ഭൂമിയുടെ അധോ ഭാഗത്ത് 1000 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറമായി ചൂട് ഇങ്ങനെ ലാവ കത്തി എരിഞ്ഞു, അതേ വലിയ ചൂട് പ്രവഹിക്കുകയാണെന്ന് പോലും അവിടെ നിന്നും മനുഷ്യന്റെ ശബ്ദമൊക്കെ പുറത്തു വരുന്നു എന്നൊക്കെ ലോകത്തിൽ വിളിച്ചു പറയുന്നു. ബൈബിളും അടിവരയിട്ട് പറയുന്നു. എന്താ പറയുന്നത്? യോബിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഭൂമിയുടെ പ്രതലമോ ആകാരം വിളയിക്കുന്നു, അതിന്റെ അധോ ഭാഗമോ തീ കൊണ്ടെന്ന പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വചനം എത്ര സത്യമാ! ദൈവത്തിന്റെ സ്തോത്രം. മാറ്റിക്കൂടാത്ത ഈ സത്യത്തെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ സാക്ഷ്യം താമസമിനാതെ പൊതിഞ്ഞു കേട്ടോ. താമസമിനായി ഉപദേശം മുദ്രയിടുന്നതിന് മുമ്പ് ഞങ്ങളെ അവസാനത്തെ തിരി ആളിക്കത്തിച്ച് ഈ സത്യം നിങ്ങളോട് പറഞ്ഞു തരുന്നു. എന്തെങ്കിലും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ തായ്തടികൾ വെട്ടിമാറ്റി നിങ്ങൾ ഈ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ, ഈ പ്രകാശമായിരിക്കുന്ന സത്യവചനത്തെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊള്ളുവീൻ. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, ഈ അരുണോദയം നിനക്കും സായത്തമാണ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ രാത്രി യോഗത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ അവസരത്തിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സുവിശേഷ പ്രസംഗ യോഗങ്ങളുടെ 2ാം രാത്രിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ആഗതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യരായ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കും. കഴിഞ്ഞ രാത്രിയിലും ഈ പന്തലിൽ സുവിശേഷ പ്രസംഗം ആരംഭിക്കുകയുണ്ടായി. ദൈവ വചനം ഈ ദേശത്തോട് സംസാരിക്കുകയുണ്ടായി. ഒരു ഗ്രാമത്തിൽ കെട്ടപ്പെട്ടതായിരിക്കുന്ന കഴുതയെ അഴിച്ചു കൊണ്ടുവരുവീൻ എന്ന കർത്താവായ യേശുക്രിസ്തു ആഹ്വാനം ചെയ്തപ്പോൾ തന്റെ ദാസന്മാർ 2 പേർ ആ കഴുതയെ അഴിച്ചു കൊണ്ടുവരുന്ന വേളയിൽ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, ഇതെന്തിന് എന്ന് ചോദിച്ചാൽ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവീൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാനായി പുത്രനായ യേശുക്രിസ്തുവിന്റെ മകൾ പ്രവർത്തികളെ കുറിച്ച് തന്റെ ദാസന്മാരിൽ കൂടെ നാം കഴിഞ്ഞ രാത്രിയിൽ കേൾക്കുവാനിട. ഇന്ന് രാത്രിയിൽ നാം പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മോട് സംസാരിക്കും. അതിനാധാരമായി തിരുവെഴുത്തിൽ നിന്നും ഒരു വേദവാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം വായിക്കും. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 20-ാം വാക്യം വായിക്കും. ഉപദേശത്തിനും സാക്ഷ്യത്തിനും വരുവിൻ, അവർ ഈ വാക്കുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2-3 പറയുന്ന നാമത്തിൽ എവിടെ കൂടിയാലും അവിടെ വരാമെന്ന് അരുളി ചെയ്തവനായ യേശു ഇന്ന് രാത്രിയിലും ഈ പാളയത്തിൽ കൂടെ നടകൊള്ളുകയാണ്. ആ കർത്താവിന്റെ സാന്നിധ്യം നാം ഇതുവരെയും ആത്മീയ ഗീതങ്ങൾ കൂടെയും അനുഭവ സമ്പന്നമായ സാക്ഷ്യത്തിൽ കൂടെയും അനുഭവിച്ചറിയുകയുണ്ടായി. തുടർന്ന് നമുക്ക് ദൈവവചനങ്ങൾ ഗ്രഹിച്ചും അനുഗ്രഹിതരായി തീരാം. നാം വായിച്ച വേദവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരമാണ് വായിച്ചു കേട്ടത്. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു നാം കേട്ടു, ഉപദേശത്തിനും സാക്ഷ്യത്തിനും നിങ്ങൾ വരുവീൻ, അവർ ഈ വാക്ക് പോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ ഭാഗത്തെ 3 ഭാഗങ്ങളായി നമുക്ക് തിരിച്ചു പഠിക്കാം. 1 ഉപദേശമെന്നും, 2 സാക്ഷ്യമെന്നും, 3 അരുണോദയമെന്നും 3ആയി തിരിച്ചു പഠിക്കാം. യെശയ്യാ പ്രവചന പുസ്തകത്തിൽ നിന്നാണ് നാം ഈ വചനം വായിച്ചു കേട്ടത്. യെശയ്യാ പ്രവചന പുസ്തകത്തെ കുറിച്ച് നാം പഠിച്ചു നോക്കിയാൽ ഇത് പഴയ നിയമത്തിൽ ഒരു പ്രവചന പുസ്തകമാണ്. ദൈവത്തിന്റെ മഹത്വം. യെശയ്യാ പ്രവചനം 7, 8, 9 അധ്യായങ്ങൾ ഒരു വിശേഷപ്പെട്ടതായ ഭാവി തലമുറകൾക്ക് വേണ്ടതായ മഹനീയമായ സുവിശേഷത്തിന്റെ ഒരു കലവറയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകണം. അതുകൊണ്ടാണ് ഈ തിരുവെഴുത്തിൽ നിന്നും ഈ വാക്യം ഞങ്ങൾ എടുത്ത് വായിച്ചത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ യെശയ്യാ പ്രവചന പുസ്തകം ഏകദേശം 66 അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ
വേദപഠിതാക്കൾ അവകാശപ്പെടുന്നത് ഈ യെശയ്യാ പ്രവചനം ഒരു വേദപുസ്തകം പോലെയെന്ന. കാരണം വേദപുസ്തകത്തിന് 66 പുസ്തകങ്ങളുണ്ട്, ഇതിന് 66 അധ്യായങ്ങളുണ്ട്. മാത്രമല്ല ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം BC 754 BC 707 കാലഘട്ടങ്ങളിലാണ് പ്രവാചകനായ യെശയ്യാവ് ഇസ്രായേൽ ഗ്രഹത്തോട് അഥവാ യഹൂദ ഗ്രഹത്തോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവിക നിർദ്ദേശത്താൽ ഈ പ്രവചന ശുശ്രൂഷകൾ നിർവഹിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ഏകദേശം 5 രാജാക്കന്മാരുടെ കാലയളവുകളിലായി യെശയ്യാ പ്രവാചകൻ ഈ തന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ തന്റെ അവസാനം കുറിക്കുന്നതും മനസ്സ് എന്ന് പറയുന്ന രാജാവിന്റെ കൈക്കീഴിൽ ആ കാലയളവിൽ താൻ ഒരു ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ട് ഈ ലോകത്തിൽ അസ്തമിക്കുകയുണ്ടായി. പ്രവാചകനെ അതിനെ നശിപ്പിച്ചാലും പ്രവചനങ്ങൾക്ക് മാറ്റം വരുന്നില്ല. അതേ ഒരു സുവിശേഷകനെ ഇല്ലാതാക്കിയാലും സുവിശേഷം കെട്ടടങ്ങുന്നില്ല. കാരണം ഇത് മഹാരാജാവിന്റെ സന്ദേശമാണ്, ഇത് അഖിലാണ്ടത്തിന് സൃഷ്ടാവായ യേശുവിന്റെ സന്ദേശമാണ്. ഈ സുവിശേഷത്തെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും സാധ്യമല്ല. കാരണം ഇത് സ്വർഗത്തിലെ വചനമാണ്. ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. മാനവരാശിയുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തെ ഈ പ്രവചനത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇത് ഈ പ്രവാചകനെ കുറിച്ചും പറയുന്നത് ഇത് പഴയ നിയമത്തിലെ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അറിയപ്പെടുകയാണ്. ഈ പ്രവാചകനായ യെശയ്യാവിന്റെ കാലഘട്ടത്തിൽ നിരവധിയായ പ്രവചനങ്ങൾ ഈ പ്രവചന പുസ്തകത്തിൽ കൂടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. യെശയ്യാവ് ജീവിച്ചിരിക്കുമ്പോൾ നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ, യെശയ്യാവ് മരിച്ചതിനു ശേഷം നിറവേറ്റപ്പെട്ട പ്രവചനങ്ങൾ, ഇന്നും നിറവേറുവാനുള്ള പ്രവചനങ്ങൾ അനന്തമായതിനായി നാം കാത്തിരിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ തിരുവെഴുത്തുകളോടനുബന്ധിച്ച് നാം പഠിക്കുമ്പോൾ ഈ സന്ദേശം യാക്കോബിന്റെ സന്തതികളോടുള്ള ദൈവത്തിന്റെ സന്ദേശമെങ്കിലും ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഈ കൂത്താട്ടുകുളം പ്രദേശത്തോടുള്ള സന്ദേശമാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്താണ് ഈ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത്? പ്രിയ സ്നേഹിത, നീ ഉപദേശത്തിനായി കടന്നു വരുവീൻ, സാക്ഷ്യത്തിനായി നീ കടന്നു വരുവീൻ. ഇല്ല എങ്കിൽ നിനക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. എന്താണ് ഈ അരുണോദയം എന്ന് പഠിക്കുമ്പോൾ അരുണൻ എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്ന സൂര്യോദയം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. സൂര്യന്റെ ഉദയം, സൂര്യന്റെ പ്രകാശനം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകണമെങ്കിൽ ഉപദേശത്തിനായി കടന്നു വരുവീൻ, സാക്ഷ്യത്തിനായി കടന്നു വരുവീൻ. കൃപയാൽ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശം കേൾക്കുവാൻ, കൃപയാൽ ഈ സാക്ഷ്യം അനുഭവിച്ചറിയുവാൻ പരിശുദ്ധനായ ദൈവം എന്റെ ജീവിതത്തിലും ഭാഗ്യം തരികയുണ്ടായി. ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് അരുമരക്ഷകനായ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, യേശുവിന്റെ സാക്ഷിയായി തീരുവാൻ, അവന്റെ തിരുവെഴുത്തുകളെ ഏറ്റെടുക്കുവാൻ എനിക്കും ഭാഗ്യം തന്നു. ഈ ഭാഗ്യകരമായ ഈ പരമപ്രധാനമായ സത്യം ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നു. പ്രിയ സ്നേഹിതരെ, കർത്താവായ യേശു ക്രിസ്തു അല്ലെങ്കിൽ സർവശക്തനായ ദൈവം ഒരു ഉദയ സൂര്യനാണെന്ന് തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങളിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മലാക്കി പ്രവചന പുസ്തകത്തിലും നമുക്ക് അത് സവിസ്തരം നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം. ആകയാൽ ഈ കൂത്താട്ടുകുളം പ്രദേശത്ത് ഈ അതേ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രകാശനത്തെ കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ആകയാൽ പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ പ്രകാശനം BC 4-ാം നൂറ്റാണ്ടോടുകൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെ ഈ പ്രവചനത്തിന് തുടക്കമായി കഴിഞ്ഞിരിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ജാതികൾക്കിടയിൽ ഗലീലയിലും നഫ്താലി ദേശത്തും എല്ലാം ഇരുളടഞ്ഞ അന്തരീക്ഷമായിരുന്നു. അവിടെ ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടെ ഒരു വെളിച്ചം പ്രകാശിക്കപ്പെട്ടു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ കൂടെ പഠിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ കൂത്താട്ടുകുളം ദേശനിവാസികളെ, നിങ്ങൾക്ക് പ്രകാശത്തിന്റെ വെള്ളിവെളിച്ചമായി ഇതാ ഈ തിരുവെഴുത്തുകൾ ഇവിടെ പ്രകാശിക്കപ്പെടുകയാണ്. ഈ കൂത്താട്ടുകുളത്തോട് ഞങ്ങൾ ഇക്കാര്യം പറയുമ്പോൾ ഇവിടുത്തെ കുറിച്ച് 2 വാക്ക് ഞങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുക. കൂത്താട്ടുകുളം എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെ ഒരു ഈറ്റില്ലമാണ്. ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. മേരി ജോൺ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ യുവതി അല്ലെങ്കിൽ ഒരു സഹോദരിയെ ദേശം അറിയപ്പെട്ടത് ഈ പ്രദേശത്ത് നിന്ന് ഉള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ഒരു വക്താവായി,
കവിയായി, എഴുത്തുകാരിയായി എല്ലാ മേഖലയിലും പ്രകാശിക്കപ്പെട്ട ഒരു വ്യക്തി ഈ ദേശത്തുണ്ടായിരുന്നു. രണ്ടാമതായി ഈ ദേശത്തെക്കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. എന്തെന്നറിയാമോ? കൂത്താട്ടുകുളത്ത് ഒരു മലയുണ്ടെന്ന് പോലും, ആ മലയിൽ ഒരു ഘട്ടത്തിൽ അർജുനൻ തപസ്സിരുന്നെന്ന് പോലും, ആ അർജുനന്റെ തപസ്സിനെ വീക്ഷിച്ച് ആവശ്യങ്ങൾ ചോദിപ്പാനായി ഒരു സ്ത്രീ കടന്നു വന്നു എന്ന് പോലും. അങ്ങനെ കടന്നു വന്നപ്പോൾ അത് അർജുനന് അത് ബുദ്ധിമുട്ടായി എന്നും അതിനാൽ ആ സ്ത്രീയെ ശപിച്ചു, അവൾ കൂത്താടിക്കളിച്ചു എന്നും അങ്ങനെ ഈ ദേശത്തെ കൂത്താടിക്കളിച്ചു എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെടുവാനിടയായി. പിൽക്കാലത്ത് ഇവിടെയുള്ള ആളുകൾ മിടുക്കരായതുകൊണ്ട് അതിനെ ഒന്ന് കൈകാര്യം ചെയ്തെടുത്തു വന്നപ്പോൾ പിൽക്കാലത്ത് ഇതിന് കൂത്താട്ടുകുളം എന്ന് പേരായി. ആകയാൽ കൂത്താട്ടുകുളം ദേശനിവാസികളെ, സകല കുലക്കളങ്ങളെയും പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് കാൽവരിയുടെ കുലത്തളത്തിൽ ദൈവോത്സവം കൊണ്ടാടി ഇന്നും അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്ന ദൈവജനത്തിനൊരു വെള്ളി പ്രകാശമായി ഇന്നും തിരുവെഴുത്തുകൾ പ്രകാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ സ്നേഹിതരെ, പാരമ്പര്യത്തിന്റെ തായ്തടികളും ചില കമ്പുകളും കൊമ്പുകളും ചില ചാഞ്ഞ മരങ്ങളും വെട്ടിമാറ്റിയാൽ ഈ ഉദയ സൂര്യന്റെ പ്രകാശനം ഈ കൂത്താട്ടുകുളം മണ്ണിലും പ്രകാശിക്കപ്പെടുമെന്നുള്ളതിൽ തർക്കമില്ല. ഞാൻ വായിച്ച തിരുവെഴുത്തും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അക്ഷരികമായ ഇസ്രായേൽ ശ്രേഷ്ഠനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ കന്യകാ ജനനത്തെ അംഗീകരിക്കാതെ ദൈവത്തിന് മഹത്വം അതേ തർക്കിച്ചും വാദിച്ചും കൊണ്ട് മുൻപോട്ട് പോയ ജനത്തിന്റെ ഇടയിൽ ചില തായ്തടികൾ വെട്ടിമാറ്റിയപ്പോൾ ഇശായിയുടെ കുറ്റിയിൽ നിന്നും അതേ ശ്രേഷ്ഠനായ യേശുക്രിസ്തു ജന്മം കൊണ്ടു എന്ന് ഈ തിരുവെഴുത്തിൽ കൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ ദേശനിവാസികളോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങളും ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, അതേ പാരമ്പര്യത്തിൻ്റെതായ ചില തായ്തടികൾ വെട്ടിമാറ്റുന്നുവെങ്കിൽ, ചില ചിന്താഗതികൾ മാറ്റുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിനും ദൈവം ഒരു പ്രകാശമായി, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായി അതേ തീരും എന്നുള്ളതിൽ തർക്കമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഈ കൂത്താട്ടുകുളം പ്രദേശത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം ഇറങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വചനത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ വാക്യത്തിന്റെ അതേ തനതായ അർത്ഥം, ഇതിന്റെ പിൻപുള്ള അതേ ചില രഹസ്യം നാം ചിന്തിക്കുമ്പോൾ, ഇസ്രായേൽ യഹൂദ ജനതയോടുള്ള ദൈവത്തിന്റെ സന്ദേശമായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ കാലശേഷം ഇസ്രായേൽ ജനം രണ്ടായി തിരിക്കപ്പെട്ടു. ഒന്ന് ഇസ്രായേൽ എന്നും രണ്ട് യഹൂദ എന്നും. രണ്ടു വശമായി തിരിക്കപ്പെട്ട് രണ്ടുപേരും തികഞ്ഞ ശത്രുക്കളായി മാറ്റപ്പെട്ടു. അതേ കാലവിളംബരം കൂടാതെ തന്നെ അവർ രണ്ടുപേരും രണ്ട് ചേരിയിലേക്ക് മാറുകയായി. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഇരിക്കെ യഹൂദ രാജാവായ ആകാശിന് നേരെ ഇസ്രായേൽ സൈന്യവും രാജ്യവും ആരാമിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിനെ കീഴടക്കുവാൻ വന്നു. എന്നാൽ ഈ വസ്തുത അതേ ദാവീദ് ആത്മാവിൽ മനസ്സിലാക്കിയപ്പോൾ, ഈ വസ്തുത തന്റെ സേവകരിൽ കൂടെ മനസ്സിലാക്കിയപ്പോൾ, ഒരു കാട്ടിലെ വൃക്ഷം പെരുങ്കാറ്റിനാൽ ഉലഞ്ഞ് ആടി ഉലയുന്നത് പോലെ ദാവീദിന്റെയും ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം ആടി ഉലഞ്ഞു. അത്യുന്നതനായ ദൈവം ഈ വസ്തുത മനസ്സിലാക്കിയിട്ട് പ്രവാചകനായ യെശയ്യാവിനെ വിളിച്ചു പ്രകാരം പറഞ്ഞു, യെശയ്യാവേ, എന്റെ ജനത്തിന്റെ ഹൃദയം ആടി ഉലയുന്നു, എന്റെ ജനത്തിന്റെ ഹൃദയം വ്യാകുലപ്പെടുന്നു, ഉയരത്തിലെ കിളിവാതിൽ തുറന്നിരിക്കുന്നു. ഇന്ന് ഈ രാത്രിയിലും അതേ തേജോമനായ ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. വിവിധമായ പ്രശ്നങ്ങൾക്ക്, വിവിധമായ ആവശ്യങ്ങൾക്ക്, വിവിധമായ നിലയിൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന പ്രിയരെ, നമ്മുടെ ഹൃദയത്തെ ഉള്ളതുപോലെ തിരിച്ചറിയുന്ന ഒരത്യുന്നതനായ ദൈവമുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ സർവശക്തനായ ദൈവം ഈ യെശയ്യാ പ്രവാചകനെ ആകാശിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ആകാശനോട് പറഞ്ഞ, ആകാശേ, ഇതാ സർവശക്തനായ ദൈവത്തിന്റെ സന്ദേശം എത്തിയിരിക്കുന്നു. വാസ്തവമായി നീ ദൈവത്തെ സ്നേഹിക്കണം, ഇല്ല എങ്കിൽ ദൈവത്തിന്റെ ജനം കരയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകാശത്തിനൊന്നും വിധേയപ്പെട്ടില്ല എങ്കിലും തന്റെ ജനത്തെ സംരക്ഷിക്കേണ്ടതിന് സർവശക്തനായ ദൈവം അതേ യെശയ്യാവിനോട് പറഞ്ഞു, നീ മേലെ കുളത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ഇപ്രകാരം ആകാശനോട് പറയണം,
ആകാശേ, ശത്രു നിന്നെ ജയിക്കുകയില്ല. ആരാമ്യ ശക്തികൾ നിന്നെ ജയിക്കുകയില്ല. ആരാമ്യ ശക്തികൾ നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ നിന്നെ ഒന്നും ചെയ്യുകയില്ല. കാരണം ഞാൻ സർവശക്തിയുള്ള ദൈവമാ. എന്താണ് ഇതിന്റെ പിൻപിലെ സത്യമെന്നറിയാമോ? ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് താബേലിന്റെ മകനെ യഹൂദയുടെ രാജസ്ഥാനത്ത് ഉറപ്പിക്കണം. അതാണ് ഇവരുടെ ഉദ്ദേശം. ഇന്നത്തെ ലോകത്തിൽ ക്രൈസ്തവ സഭയിലും സമൂഹങ്ങളിലും അതേ ക്രൈസ്തവരുടെ ഇടയിലും ഇന്ന് പറ്റിക്കിടക്കുന്ന ഒരു ദുഃഖകരമായ അവസ്ഥ ഇത് തന്നെയാണ് പ്രിയരെ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. താബേലിന്റെ മകനെ രാജാവാക്കി അഭിഷേകം ചെയ്താൽ ഇസ്രായേലിന്റെയും ആരാമ്യ ശക്തികളുടെയും കാര്യങ്ങൾ വേഗത്തിൽ നടപ്പായി തീരും. എന്നാൽ അതിന് ദൈവം അനുവദിക്കുന്നില്ല. ആരാണ് ഈ താബേൽ? അവന്റെ വാക്കിന്റെ അർത്ഥം എന്ത്? അതേ വാക്കിന്റെ അർത്ഥം നല്ലതല്ല എന്നാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അതേ യഹോവയ്ക്കവൻ നല്ലവൻ എന്നാണ് മറുഭാഗത്ത് അർത്ഥം. ആരാണ് ഇവൻ? ഇവനാകുന്നു പാർസി ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. രണ്ടാമത് ഇവൻ അർത്തകശിഷ്ടാവിന്റെ കാലത്ത് യെരൂശലേം പള്ളിക്ക് വിരോധമായി എഴുത്തു കൊടുത്തവരിൽ ഒരുവനും കൂടെയായിരുന്നു. നോക്കുക, ദൈവത്തിന്റെ ജനത്തിനും ദൈവസഭയ്ക്കും അതേ ദൈവമക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരുവനെ ഇതാ ദൈവജനത്തിന്റെ ഇടയിൽ അവനെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തുവാൻ ഇതാ ശത്രു ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിലും പ്രിയ ദൈവവൈതലേ, ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അതേ ദുഷ്ടനായ സാത്താൻ ഇന്ന് മുഴുവൻ ശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ചില സംശയങ്ങളും ചില പ്രശ്നങ്ങളും ചില അപരാധികളും ചില രോഗങ്ങളും ചില അതേ കഷ്ടങ്ങളും കൊണ്ടുവന്നിട്ട് അതേ നീ രോഗിയായി പോയി, നീ കഷ്ടതയിലായി പോയി, ഇനി എന്നെ ആർക്കും സഹായിപ്പാൻ കഴിയുകയില്ല, എല്ലാവരും എന്നെ കൈവിട്ടുപോയി. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു രോഗമില്ലെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് ഒരു പ്രശ്നമില്ലെങ്കിലും സംശയത്തിന്റെ ആത്മാവിനെ കൊണ്ടിട്ട് ദൈവത്തിന് അതേ നല്ലവനെന്ന് പുറമേ കാണിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് അതേ താബേലിന്റെ മറ്റു കർത്തവൻ നല്ലതല്ല. അതിന്റെ അർത്ഥമോ ദൈവത്തിന് അവൻ നല്ലതല്ലായുകയും മനുഷ്യന് അവൻ നല്ലവനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത് മനുഷ്യവർഗത്തെ നശിപ്പിക്കുവാൻ അഥവാ യഹൂദ ജനതയെ നശിപ്പിക്കുവാൻ അവനെ തെരഞ്ഞെടുത്തു സെലക്ഷൻ ചെയ്ത് കൊണ്ടുവന്നതായ ഈ ഇസ്രായേലിനെയും ആരാമിന്റെയും അവരുടെ ഗതിവിഗതികളെ മനസ്സിലാക്കി അത്യുന്നതനായ ദൈവം ഇടപെട്ടതുപോലെ ഇന്ന് രാത്രിയിൽ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ വ്യാകുലങ്ങളും ഇത് ദൈവം അറിഞ്ഞല്ല, ഇത് പിശാച് കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അനുഭവിക്കുന്ന വേദന ഇത് പിശാച് കൊണ്ടുവരുന്ന തന്ത്രമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് സുഖമില്ല എന്നൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ താബേലിന്റെ ശക്തി അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. എന്നാൽ ദൈവമക്കൾ പറയണം, ഞാൻ നിന്റെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. രോഗത്തിന് എന്റെ മേൽ അധികാരമില്ല, ലോകത്തിന് ശക്തികൾക്ക് എന്റെ മേൽ അധികാരമില്ല എന്ന് പറയുവാൻ ദൈവജനം ശക്തരായിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ദേശത്ത് അങ്ങനെയുള്ളതായ ദൈവിക വിശ്വാസം ഉണ്ടായിരുന്നു. പാരമ്പര്യങ്ങളോ ദേശവാസികൾക്കോ ജാതിമത ഭേദമന്യേ എല്ലാവരും അതേ ഒരു വിശ്വാസത്തിൽ അവരുടേതായ അനുഭവങ്ങളിൽ അവർ ജീവിച്ചു പോരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാലങ്ങൾ പുരോഗമിച്ചപ്പോൾ വ്യത്യാസങ്ങളായി, മൊബൈൽ ഫോണുകളായി, സാഹചര്യങ്ങൾ മാറി, ഭക്ഷണ പദാർത്ഥങ്ങൾ മാറി, എല്ലാം മാറിയപ്പോൾ ഇന്ന് ജാതി വ്യവസ്ഥകൾക്ക് സ്ഥാനങ്ങൾ വന്നു. എല്ലാം മറന്നു. ഇന്ന് ഒരു ജാതിക്ക് ഒരു പാട്ടായി, മറ്റൊരു ജാതിക്ക് മറ്റൊരു പാട്ടായി. എന്നാൽ എല്ലാം വ്യത്യാസം വന്നുപോയി. എന്നാൽ മുൻകാലഘട്ടത്തിൽ അങ്ങനെയല്ലായിരുന്നു. ജാതി മത ഭേദമന്യേ എല്ലാവരും ചേർന്നൊരു പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരു മിനിറ്റ് ഒന്ന് കരങ്ങളടിച്ചു പാടിയാൽ ഏറെ അനുഗ്രഹമായിരിക്കും. പഴയ സുപരിചിതമായ ഒരു പാട്ടാണ്. എല്ലാവരും ചേർന്ന് പാടണം. കർത്താവ് എനിക്ക് നല്ലവൻ, എൻ്റെ യേശു എൻ്റെ വൈദ്യൻ, എൻ്റെ യേശു എൻ്റെ സൗഖ്യദായകൻ, എൻ്റെ യേശു എനിക്ക് മതിയായവൻ. അതേ ദൂരത്തും ചാരത്തുമായി ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ സ്നേഹിത, യേശു നിനക്ക് മതിയായവൻ, നല്ലവൻ. ഇവിടെ ഞങ്ങൾ ചേർന്ന് പാടുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പാട്ടറിയത്തില്ലെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് കരമടിച്ച് ഒന്ന് കൂടെ കൂടുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന് പ്രശ്നത്തിന് പരിഹാരമായി തീരും. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു
ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും തുടർന്ന് നിങ്ങളുടെ വീടുകൾ പോയി പാടിക്കൊള്ളുവീൻ. ദൈവകൃപയിൽ ആശ്രയിച്ചു കൊള്ളുവീൻ. ദൈവകൃപയെ ആത്മാവിലും ശരീരത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുവീൻ. എല്ലാവർക്കും പാടുവാൻ പറ്റിയൊരു പാട്ട് തന്നെയാണ്. പാടി നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവീൻ. പ്രിയപ്പെട്ടവരെ, അതേ യഹൂദയുടെ രാജാവായ ആഹാസിനോട് ഒരു ഘട്ടത്തിൽ സർവശക്തനായ ദൈവം തന്റെ ദാസനായ യെശയ്യാവിൽ കൂടെ പറഞ്ഞു, നീ അതേ ശത്രുക്കളുടെ മുമ്പാകെ തോൽക്കുകയിൽ ഞാൻ നിനക്ക് ജയം നൽകുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ആകാശിനോട് ദൈവം വ്യക്തിപരമായി യെശയ്യാ പ്രവാചകൻ മുഖാന്തരം ഇടപെടുന്നു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ആകാശേ, നീ ഇതുവരെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തിട്ടില്ല. പാടാനും കൂടാനും കൊട്ടാനും നീ പലപ്പോഴും വന്നിട്ടുണ്ട്. പ്രാർത്ഥനകൾക്ക് ഒളിച്ചും മാറിയെന്നെല്ലാം കേട്ടിട്ടുണ്ട്. കാര്യം എല്ലാം സത്യമാണ്. പക്ഷേ കന്യകയിൽ പിറന്ന നസ്രയനായ യേശുവിനെ നിന്റെ ജീവിതത്തിന്റെ ഒരു അടയാളമായി ഇതുവരെ നിനക്ക് എടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിനക്ക് വരുന്ന ന്യായവിധിയും കൂടെ കേട്ടുകൊള്ളുക. നീ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാം എന്ന് പ്രവാചകനായ യെശയ്യാവ് ഈ ആകാശിനെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം അവന്റെ ജീവിതം, അവൻ വെളിച്ചത്തെ തടഞ്ഞു കളഞ്ഞു. അവൻ ഇരുട്ടിനെ സ്നേഹിച്ചു. ജീവനുള്ള ദൈവത്തിന്റെ ആലോചനകളെ അവൻ തടഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം മുതലൊക്കെ താഴോട്ട് നാം വായിച്ചു നോക്കിയാൽ ഈ സംഭവങ്ങൾ സവിസ്തരമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഈ ആകാശ് ചെയ്ത തെറ്റ്? 7 വിധമായ പോരായ്മകളെ എടുത്ത് വിരൽ ചൂണ്ടുന്നു. ഇന്ന് രാത്രിയിൽ ഈ പോരായ്മകൾ, ആകാശിന്റെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ എണ്ണം പറഞ്ഞ് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർത്തോണം, ദൈവമേ, ഈ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടോ? ഒന്ന്, അവൻ മശിഹായെ അംഗീകരിച്ചില്ല. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ ചെയ്ത ഒരു തെറ്റ്, അവൻ മശിഹായെ അംഗീകരിച്ചില്ല. 2, ഈ മശിഹായെ ഒഴിവാക്കുവാൻ വേണ്ടി തെറ്റായ ചില കൂട്ടുകെട്ടുകൾ അവൻ സ്ഥാപിച്ചു. 3-മതായി, ക്രിസ്തു അവനൊരു ഇടർച്ചക്കല്ലായി. കാരണം അവൻ തച്ചന്റെ മകനല്ലയോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൻ ആരാണ്? അവൻ തച്ചന്റെ മകനാ. അതുകൊണ്ട് ദൈവത്തിന്റെ സാക്ഷ്യമോ ഉപദേശമോ അവന് വേണ്ട. ദൈവത്തിന് മഹത്വം. എന്തെങ്കിലുമൊക്കെ നന്മയൊക്കെ പ്രാപിച്ചങ്ങ് പോയാൽ മതി. സാക്ഷ്യവും വേണ്ട, ഉപദേശവും വേണ്ട. അടുത്തതായി അവൻ ചെയ്തത്, 5-മത് ചെയ്തത്, അവൻ വെളിച്ചപ്പാടന്മാരുടെ പിന്നാലെ പോയി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിലും ഭയങ്കരമാണ് അടുത്തത്. 6-മതായി ഇവൻ ചെയ്ത കാര്യം എന്തെന്നറിയാമോ? ഇവൻ ചെയ്തത് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ആലോചന ചോദിച്ചു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ തലമുറ എന്തൊക്കെ ഇത് ഞങ്ങളുടെ അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഇന്ന് തുടങ്ങിയതല്ല. നൂറ്റാണ്ടുകൾക്കപ്പുറമായി പൈശാചിക ശക്തി ജനത്തെ വലച്ച ഒരു സംഗതിയാണ് ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോട് ആലോചന ചോദിക്കുന്നത്. അത് ദൈവത്തിന് ഇഷ്ടമില്ലാതായി. അടുത്തതായി അവൻ ചെയ്തത് എന്തെന്നറിയാമോ? അവന്റെ പല കാര്യങ്ങളും സാധിക്കുവാൻ വേണ്ടി അവൻ ദൈവത്തെ ശപിച്ചു. ദൈവത്തിന്റെ വാക്കുകളെ അവൻ നിന്ദിച്ചു. ദൈവത്തെ അവൻ ഉപേക്ഷയായി കണ്ടു, ഒരു നിസ്സാരമായി എണ്ണിക്കളഞ്ഞു. അതിനാൽ പ്രവാചകനായ യെശയ്യാവിനോട് സർവശക്തനായ ദൈവം പറഞ്ഞു, ഇനി നീ അവനോട് പ്രസംഗിക്കേണ്ട, ഇനി നീ അവനോട് ഉപദേശം പറയേണ്ട. എത്രയും വേഗം നീ ഈ ഉപദേശത്തെ പൊതിഞ്ഞു കെട്ടുക, അല്ലെങ്കിൽ ഉപദേശത്തെ മുദ്രയിടുക, സാക്ഷ്യത്തെ പൊതിഞ്ഞു കെട്ടുക. കാരണം ഇനി അവന് എന്റെ ആവശ്യമില്ല. സർവശക്തനായ ദൈവത്തിന്റെ പ്രകാശനം, സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം, സർവശക്തനായ ദൈവത്തിന്റെ വചനം ഇനി അവന് ആവശ്യമില്ല. അവൻ പോകുന്ന വഴിക്ക് പൊയ്ക്കൊള്ളട്ടെ. അവന് വരുന്ന ന്യായവിധിയും കൂടെ യെശയ്യാവിനെ കൊണ്ട് ഓർമ്മിപ്പിക്കുന്നു. അത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലും ഈ നാളുകളിലും പലയിടങ്ങളിലും പലരിലും ഇത് വെളിപ്പെട്ട് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ പാപങ്ങൾക്കും ശാപങ്ങൾക്കും വേണ്ടി കാൽവരിയിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ അതിനപ്പുറമായി ഇന്നത്തെ തലമുറയും ഇന്നത്തെ കാലഘട്ടങ്ങളും ഇന്നത്തെ ചട്ടങ്ങളും അവന്റെ പ്രമാണങ്ങളെ ലംഘിച്ച് ചട്ടങ്ങളെ മറിച്ച് നിത്യ നിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 24-ാം അധ്യായത്തിന്റെ
5-ാം വാക്യം അക്ഷരം പ്രതിയായി ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുന്നു. അടുത്തതായി, അവർ ആദരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ഭക്തി കൊണ്ട് മാനുഷികമായ മനഃപ്പാടമാക്കിയ ചില മാനുഷികമായ കൽപ്പനകളെ അവർ ആചരിക്കുന്നു. അപ്പോഴും അവിടെയും ക്രിസ്തുവിന് സ്ഥാനമില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ മാനുഷികമായ കൽപ്പനകളെയും ഉപദേശങ്ങളെയും അവർ വ്യർത്ഥമായി പഠിപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തീർന്നില്ല, അവർ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. അപ്പോൾ തന്നെ അവർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നില്ല, മറ്റുള്ളവരെ കടക്കുവാൻ സമ്മതിക്കുന്നതുമില്ല. നമുക്കൊന്ന് വായിച്ചു നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം എടുത്തൊന്ന് വായിച്ചാൽ, മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം അതിന്റെ 13-ാമത് വാക്യം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യത്തെ അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രി മതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പലർക്കും സ്വർഗരാജ്യത്തിലേക്ക് കടക്കണം, എന്നാൽ പലരെയും കടത്തുവാൻ അവർ സമ്മതിക്കുന്നു. അടുത്ത അതേ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവർ പ്രവാചകന്മാരുടെ കല്ലറകളെ പണിയുന്നു. നീതിമാന്മാരുടെയും പ്രവാചകന്മാരുടെയും കല്ലറകളെ പണിത് അതിനെ അലങ്കരിക്കുന്നു. ദൈവത്തിന് മഹത്വം. വ്യാജമായി അതിന്റെ മനോഹാരിതകൾ വരുത്തി ഇതാണ് സത്യമെന്ന് പഠിപ്പിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി കൂട്ടർ ചെയ്യുന്നത് ദീർഘമായി പ്രാർത്ഥിച്ച് മനുഷ്യനെ വഞ്ചിക്കുന്നു. ഇതെല്ലാം ഞാൻ പറയുന്ന വാക്കുകളല്ല. ഈ തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ അടർത്തിയെടുത്തൊന്ന് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. അടുത്തതായി കൂട്ടർ എന്ത് ചെയ്യുന്നെന്ന് അറിയാമോ? ആത്മാവിലുള്ള ആരാധനയെ മുറിച്ചു കളഞ്ഞിട്ട് അക്ഷരികമായ ചില ചൊല്ലുകളും കൊണ്ടുവച്ച് മനുഷ്യന്റെ ആത്മീക ജീവിതത്തിന്റെ വിളക്ക് കെടുത്തിക്കളയുന്നു. അതും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കർക്കശമായി സർവശക്തനായ ദൈവം ഇപ്രകാരം വിളിച്ചു പറയുന്നു, യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കല്ലെറിയുകയും കൊല്ലുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരിക്കുന്നു. ഇന്ന് രാത്രിയിലും പ്രിയ സ്നേഹിതാ, നിന്നെ ക്രിസ്തുവിന്റെ മാർവോട് ചേർക്കുവാൻ യേശുവിന് മനസ്സുണ്ട്. നിന്നെ മാർവോളയ്ക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി അതിന്റെ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ മനുഷ്യനെ അവർ വ്യർത്ഥമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ എല്ലാം നടുവിൽ നിന്നുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായി യെശയ്യാ വിളിച്ചു പറയുന്നു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ സിയോൻ പർവ്വതത്തിൽ അത്ഭുതങ്ങളായിരിക്കും, ഞങ്ങൾ അടയാളങ്ങളായിരിക്കും. ഇത് മനസ്സിലാക്കി യോശുവ വിളിച്ചു പറയുന്നു, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഇതിനപ്പുറമായി ചിലർ അവകാശപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ പലതുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എന്നാ ഉണ്ട്? ഞങ്ങൾക്ക് പെരുന്നാളുകളുണ്ട്, ഞങ്ങൾക്ക് തിരുനാളുകളുണ്ട്, ഞങ്ങൾക്ക് കമ്പക്കെട്ടുണ്ട്, ഞങ്ങൾക്ക് കൊടിക്കൂറയുണ്ട്, ഞങ്ങൾക്ക് കൽക്കുരിശുകളുണ്ട്, ഞങ്ങൾക്ക് സ്വർണ്ണ തൂണുകളുണ്ട്. ദൈവത്തിന് മഹത്വം. മാത്രമാണോ? ഞങ്ങൾക്ക് റാസയുണ്ട്, അമ്പര ചുംബികളായ ആ ദേവാലയങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതെത്രയുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ഇതേതെങ്കിലും ഒന്ന് മനുഷ്യനെ രക്ഷിക്കുമോ? ദൈവത്തിന് സ്തോത്രം. മനുഷ്യനെ ഇതേതെങ്കിലും വിടുവിക്കുമോ? മനുഷ്യനെ രക്ഷിക്കുന്ന പര്യാപ്തമായിരിക്കുന്നുവോ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ഈ സംഗതികൾ കൊണ്ടൊന്നും സാധ്യമല്ല പ്രിയരെ. അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, അതേ പാരമ്പര്യം നമ്മെ രക്ഷിക്കുകയില്ല. പെന്തക്കോസ്തുകാരെ, പാരമ്പര്യം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ഇതൊന്നും നിങ്ങളെയും രക്ഷിക്കത്തില്ല. എല്ലാവരും പുതുതാക്കപ്പെടണം. ഈ കർത്താവ് നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നു. ഇതാ അവൻ സകലതും പുതുതാക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഉദയ സൂര്യന്റെ പ്രകാശനം, ഈ അരുണോദയ, അതേ അരുണന്റെ പ്രകാശനം, ഉദയം നിങ്ങൾക്ക് സായത്തമായി തീരണമെങ്കിൽ ഈ സത്യ തിരുവെഴുത്തുകളെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊള്ളണം. നമ്മുടെ മശിഹാ തമ്പുരാൻ ഈ അതേ ഉപദേശങ്ങളെ എല്ലാം അതേ പൊതിഞ്ഞു മൂടിക്കെട്ടിയിരിക്കവേ പുത്രനായ ക്രിസ്തു
താണലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവം ചോദിക്കുന്നു, ആരെനിക്കായി ഒന്ന് പോകും? ഈ ഉപദേശങ്ങളെ പറയാൻ ആരെനിക്കായി പോകും? ഈ സാക്ഷ്യങ്ങളെ ഒന്ന് വെളിപ്പെടുത്തുവാൻ ആരെനിക്കായി പോകും? പുത്തനായ ക്രിസ്തു പറഞ്ഞു, അടിയനെ അയക്കണമേ, അടിയൻ പൊയ്ക്കൊള്ളാം. യേശു താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇറങ്ങി വന്ന യേശു ചില ഉപദേശങ്ങൾ 7 വിഷയങ്ങളെ റൗണ്ട് ചെയ്ത് പഠിച്ചാൽ 7 കാര്യങ്ങൾ പരമപ്രധാനമായി എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു 7 കാര്യങ്ങൾ യേശു ഈ ലോകത്തെ പഠിപ്പിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. എന്താണ് യേശു പഠിപ്പിച്ചത്? ഒരു നല്ല വഴിയെ കുറിച്ച് പഠിപ്പിക്കുന്നു. യേശു രക്ഷയെ കുറിച്ച് പഠിപ്പിക്കുകയാ. രക്ഷിക്കപ്പെടുവാൻ നാം എന്തു ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ നാം എന്തു ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. അടുത്തതായി അനുദിന ജീവിതത്തിൽ പാലിക്കപ്പെടേണ്ടതായ വിഷയങ്ങളെ നർമ്മത്തിൽ കൂടെയും ഉപമകളിൽ കൂടെയും യേശു തന്നെ ജനത്തെ പഠിപ്പിക്കുകയാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോൾ തന്നെ പരീക്ഷന്മാരായ കപടഭക്തിക്കാരുടെ ദുരുപദേശങ്ങളെ യേശു പരസ്യമായി ഖണ്ഡിക്കുകയാണ്. മാത്രമല്ല, കാര്യവിചാരകത്വത്തിന്റെ വിഷയങ്ങളെ കുറിച്ച് യേശു പഠിപ്പിക്കുന്നു. അടുത്തതായി ഒരു സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. അടുത്തതായി ഒരു നരകമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. നല്ല ഫലങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനമായി യേശു പറയുന്നു, ഒരു ഭാവികാല സംഭവങ്ങൾ, ഞാൻ മരിക്കും, ഞാൻ അടക്കപ്പെടും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും, അതുപോലെ ഞാൻ പോയതുപോലെ വീണ്ടും വരും. അതിന് മുന്നോടിയായി ഈ ലോകത്തിൽ നടക്കുന്ന വിവിധമായ അനുഭവങ്ങളെ കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ സവിസ്തരമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ വാക്കുകളും അവന്റെ പ്രവൃത്തികളും അതേ മനുഷ്യനെ ത്രസിപ്പിക്കുന്നതായിരുന്നു പ്രിയരെ. ഈ ഉപദേശവും ഈ സാക്ഷ്യങ്ങളും അതേ മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ചതായിരുന്നു പ്രിയരെ. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം ഞങ്ങൾക്ക് ഇത് ദൈവം കൈമാറി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ഉപദേശത്തിനും ഈ സാക്ഷ്യത്തിനും മുദ്രയെടുത്തക്കവണ്ണം യേശു കാൽവരിയിൽ മരിക്കപ്പെട്ടു. അനന്തരമായി ശിഷ്യന്മാർ ഓടി ഒളിച്ചു, എല്ലാവരും മാറ്റപ്പെട്ടു പോയി. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നവനായ ക്രിസ്തു അതേ കൂടെ നടന്നതായ തന്റെ ശിഷ്യന്മാരെയൊക്കെ വീണ്ടും പറഞ്ഞു മനസ്സിലാക്കി മടക്കി വരുത്തി അവരോടുള്ളതായ ദൈവികമായ സന്ദേശങ്ങൾ വെളിപ്പെടുത്തി. ഈ അപ്പോസ്തോലികമായ ഈ ഉപദേശങ്ങൾ, ഈ സത്യങ്ങൾ, പൊതിഞ്ഞു കെട്ടപ്പെട്ട സത്യങ്ങൾ, ഇത് അവർക്ക് കൈമാറി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹായിക്ക് സർവശക്തനായ ദൈവം ഈ ബാറ്റൺ കൈമാറുകയാ. ഏതാണ് ഈ ഉപദേശങ്ങൾ? ഏതാണ് ഈ സാക്ഷ്യങ്ങൾ? നീ ദേശത്തോട് പറയണം. ഈ ഉപദേശം വ്യക്തമായി പറയണം. 2, ദൈവിക സാക്ഷ്യങ്ങളെ കുറിച്ച് നീ പറയണം. 3, ഈ അരുണോദയത്തെ കുറിച്ച് നീ നാട്ടുകാരോടെല്ലാം പറയണം. അതേ പത്രോസ് അപ്പോസ്തലൻ ഒരു മൈക്കെടുത്ത് വെച്ച് പ്രസംഗിക്കുവാൻ തീരുമാനിക്കുക. ദൈവത്തിന് സ്തോത്രം. ദൈവം അതിന് ചില നടപടിക്രിയകളൊക്കെ ചെയ്തു. വെറുതെ ചാടിക്കേറി വന്ന് ഒരു മൈക്കെടുത്ത് വെച്ച് പറയുകയല്ല. ദൈവം അതിനായി അവരെ വിളിച്ച് വേർതിരിക്കുകയുണ്ടായി. ദൈവത്തിന്റെ സഭ 1-ാം നൂറ്റാണ്ടോടുകൂടെ ഈ ഭൂതലത്തിൽ ആവിർഭവിക്കുകയാണ്. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ സഭ എങ്ങനെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മശിഹാ തമ്പുരാൻ കാൽവരിയിൽ മരിച്ച് അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അതേ 40 ദിവസം ഈ ഭൂമിയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്ത് അതിന്റെ 10-ാം ദിവസം പരിശുദ്ധാത്മാവിനെ വാങ്ങി ഈ ഭൂതലത്തിൽ അയച്ചു. 120 വിശ്വാസികൾ, അക്കൂട്ടത്തിൽ 12 അപ്പോസ്തലന്മാർ, എല്ലാവരും കൂടെ കാത്തിരുന്നു. ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷകൾ സംസാരിച്ചു. പുതിയ നിയമസഭയുടെ തുടക്കം ആത്മാവിലായിരുന്നു പ്രിയരെ. അക്കൂട്ടത്തിൽ യേശുവിന്റെ അമ്മ മറിയമുണ്ടായിരുന്നു. അതാണ് അതിന്റെ പരമപ്രധാനമായ സത്യം. അത് അംഗീകരിക്കുന്ന ദൈവമക്കൾ, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ വിളിക്കട്ടെ. ഇത്രയും കരങ്ങൾ ഈ ദേശത്ത് ഉയർത്തിയിരിക്കുന്നു. ഒന്നിലധികമോ സാക്ഷ്യമുണ്ടെങ്കിൽ അത് സത്യമായവയല്ലേ? ഒന്നും കൂടെ ഉറപ്പിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ അത് അങ്ങനെ തന്നെയാണെന്ന് അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഹല്ലേലൂയ വിളിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഏതാണ് ഈ സത്യസഭ? സഭ ഒന്നേ ഉള്ളേ, ഒന്നേകാലില്ല. ദൈവത്തിന് സ്തോത്രം. സത്യസഭയ്ക്ക് ചില അടയാളങ്ങളുണ്ട്. ദൈവത്തിന്റെ സഭ ഏതായിരിക്കണം?
ദൈവത്തിന്റെ സഭയുടെ ലക്ഷണം ഒന്ന് കാതോലികമായിരിക്കണം, ഒന്ന് രണ്ട് ശ്ലൈഹികമായിരിക്കണം, മൂന്ന് ഏകമായിരിക്കണം, നാല് ദൈവത്തിന്റെ സഭ വിശുദ്ധമായിരിക്കണം. ദൈവസഭയുടെ അടിസ്ഥാന ഘടകം ഇത് തന്നെയാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവിടെയും ഇവിടെയും അപ്പുറത്തും ഇപ്പുറത്തും അതേ ഉള്ളത് ഈ ഉപദേശങ്ങൾ മറിച്ചും തിരിച്ചും പറഞ്ഞ് അവിടെ ഒരു ഉപദേശം, റോമിലൊരു ഉപദേശം, ഇവിടെ ഒരു ഉപദേശം, അപ്പുറത്തെ ഒരു ഉപദേശം. അതല്ല, ദൈവത്തിന്റെ സഭയ്ക്ക് ഉപദേശം ഒന്നേ ഉള്ളേ. ദൈവത്തിന്റെ സഭയ്ക്ക് ഉപദേശം ഒന്നേ ഉള്ളേ, ഒന്നേ കാലില്ല. സ്നാനമൊന്ന്, ഉപദേശമൊന്ന്, കൂട്ടായ്മയൊന്ന്, എല്ലാവർക്കും മീതെ വ്യാപരിക്കുന്നവർ ഒരുവൻ മാത്രം, എല്ലാം ഒന്ന് മാത്രം. അങ്ങനെയെങ്കിൽ ഈ ഒന്നിലധികം സഭകൾ ഇവിടെ എങ്ങനെ ഉണ്ടായി? ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിപ്പാൻ ഇന്ന് നേരമില്ല. സത്യസഭയുടെ ക്രമീകരണങ്ങൾ കൂടെ ഞാൻ ഒന്ന് പറയട്ടെ. ഈ ബാറ്റൻ കൈമാറുമ്പോൾ, ഈ ദൗത്യം കൈമാറുമ്പോൾ അവർക്ക് ചില യോഗ്യതകൾ വേണ്ടേ? ഓടിക്കേറി വരുന്നവന്റെ ഉപദേശം കൊടുക്കാൻ പറ്റുമോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു: ഈ സുവിശേഷ ദൗത്യത്തിനായി അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും, അതേ ചിലരെ ഉപദേശകന്മാരായും നിയമിച്ച് ദൈവം ഈ ദൗത്യം അവരെ ഏൽപ്പിച്ചു. എന്താണ് അവരുടെ ദൗത്യത്തിന്റെ ഉദ്ദേശം? നാം എല്ലാവരും പരിജ്ഞാനത്തിനും, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനും, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവിനൊത്ത് ഒരുവൻ വളർന്നു വരേണം. മാത്രമല്ല, ക്രിസ്തുവെന്ന തലയോളം അവൻ വളർന്ന് ശ്രേഷ്ഠനായി. അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യന്റെ ഉപായത്താലും. വാക്യം എടുത്തൊന്ന് വായിക്കാമോ? മനുഷ്യന്റെ ഉപായത്താലും ചതിയാലും. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം, അതെ, തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴുന്ന ശിശുക്കൾ ആയിരിക്കും. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുലയുന്ന ശിശുക്കളാകാതിരിപ്പാൻ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. നിങ്ങളായിരിക്കുന്ന സഭ ക്രിസ്തുവെന്ന തലയോളം വളർത്തുന്നുണ്ടോ? നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ക്രിസ്തു എന്ന ആ തലയോളം എന്ന് പറയുമ്പോൾ അതേ ജ്ഞാനത്തിൽ നിങ്ങൾ വളർത്തിയെടുക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾ പറയുന്നുണ്ടോ? എന്നാൽ പ്രിയരെ, ഈ ഉപദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായി കാലാകാലങ്ങളിലായി ദുരുപദേശക്കാർ എഴുന്നേറ്റു വന്നു. സദൂക്യരുടെ ഉപദേശം, ഭൂതങ്ങളുടെ ഉപദേശം, ബിലയാമിന്റെ ഉപദേശം, നിക്കലോവിന്റെ ഉപദേശം, ഇങ്ങനെ നിരവധിയായി അനവധിയായ ഉപദേശങ്ങൾ രംഗത്ത് വന്നു. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ള ഉപദേശം കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലന്മാർക്ക് കൈമാറിയ ഉപദേശമാണ്. എന്താണ് ആ ഉപദേശം? ആ ഉപദേശത്തെ കുറിച്ച് പറയുമ്പോൾ, ഒന്ന്, നിങ്ങളുടെ അടിസ്ഥാനമായ ആ ജീവിതത്തിന്റെ ഒരു പ്രമാണം ആവശ്യമാണ്. ജീവിതത്തിന് അടിസ്ഥാനമായ ഒരു പ്രമാണം ആവശ്യമാണ്. എന്താണ് ജീവിതത്തിന്റെ അടിസ്ഥാനമായ പ്രമാണം? ജീവിതത്തിന് അടിസ്ഥാനമായ ഒരു പ്രമാണമില്ലാത്തത് കൊണ്ട് ചിലർ തെറ്റായ ജീവിത ശൈലികൾ തുടരുന്നു. ചിലർക്ക് ഈ അതേ തെറ്റായ ജീവിതത്തിന്റെ ശൈലിയാൽ ആ ശാരീരികമായ രോഗങ്ങൾ പിടിക്കപ്പെട്ടിട്ട് മന്ത്രവാദങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്നു. തെറ്റായ ജീവിതത്തിന്റെ പരിണിത ഫലമായി കുഞ്ഞുങ്ങൾ വഴിവിട്ടു പോകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തെറ്റായ ജീവിതത്തിന്റെ ഭാഗമായി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നു. ഇന്ന് ഈ റോഡിലും കടകളിലും ഈ ചുറ്റും പന്തലിന് ചുറ്റും കറങ്ങി നടക്കുന്നവരും സകല പുള്ളികളെ അടക്കം പിടിച്ചുകൊണ്ട് ഞങ്ങൾ വ്യക്തമായി പറയുന്നു, ഇതിലേതെങ്കിലും ഒരു സംഗതി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടോ പ്രിയ സ്നേഹിത? ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ടോ? ജീവിതത്തിൽ സമാധാനമുണ്ടോ? ദൈവത്തിന് മഹത്വം. നീ ഇതിനെയെല്ലാം മാറ്റിമറിക്കുവാൻ നേർച്ചകൾ, വഴിപാടുകൾ, ഇങ്ങനെ പല ശേഷക്രിയകൾ നടത്തി പരാജയപ്പെട്ട് കഴിയുമ്പോൾ, മദ്യപാനത്തിലും വെറുക്കൂത്തുകളിലും അകപ്പെട്ട് അതേ കടത്തിണ്ണകളിൽ കാലാട്ടിക്കൊണ്ട് സമയം നഷ്ടപ്പെടുത്തി അവസാനം നിരാശനായി പ്രശ്നത്തിന് പരിഹാരകൻ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഏത് പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ അതേ ഏത് വ്യക്തി എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ അവിടെയും ഇവിടെയും ഓടി നടന്ന് കാലം പോക്കിയത് മതി സ്നേഹിത. നിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കാരണം
നിന്റെ അടിസ്ഥാനം ക്രിസ്തു അല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ അതെ മാനസാന്തരപ്പെടുവീൻ. ഭാര്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയൽവക്കക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൂത്താട്ടകുളത്തുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നാട്ടിലുള്ള ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളെ തീരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ഇതിനാരും കുറ്റക്കാരല്ല. മാനസാന്തരപ്പെടുവീൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനം തിരിവീൻ. മതം മാറ്റമല്ല ഞങ്ങളുടെ ജോലി, മതം മാറ്റുന്ന പ്രക്രിയയല്ല. ഞങ്ങൾ വ്യക്തമായി പറയുന്നു, ആരും മതം മാറല്ലേ, എന്നാൽ നിങ്ങൾ മനം മാറ്റപ്പെടണം. മനം മാറ്റപ്പെട്ടാൽ നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരും. തമിഴ്നാട്ടിൽ നാഗേന്ദ്രൻ എന്നറിയപ്പെടുന്ന ഒരു യുവാവ് അവന്റെ ജോലി സംബന്ധമായി സിംഗപ്പൂരിന്റെ പ്രദേശത്തേക്ക് കടന്നുപോയി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 വർഷം ജോലി ചെയ്ത് വീട്ടുകാരെ കാണുവാനായി അവൻ നാട്ടിലേക്ക് വന്നു. എന്നാൽ രണ്ടാമതായി തിരിച്ച് അവൻ ഉപജീവനാർത്ഥം വീണ്ടും അവൻ സിംഗപ്പൂരിലേക്ക് പ്രദേശത്തേക്ക് പോകുമ്പോൾ ഒരു സ്നേഹിതൻ അവന് ചെറിയൊരു പൊതി കൊടുത്തു. ആരും അവനെ വിലക്കിയില്ല, മാതാപിതാക്കളും വിലക്കിയില്ല. അവര് ചിന്തിച്ചു, സ്നേഹിതനല്ലേ ഒരു പൊതി കൊടുത്ത, അത് വാങ്ങിച്ച എന്താ കുഴപ്പം? ഈ പാവപ്പെട്ട കൊച്ചിറക്കൻ, ഈ പയ്യൻ യവനക്കാരൻ, ഇവൻ ഈ പൊതി വാങ്ങി പോകുമ്പോൾ വഴിമത്തിയെ കസ്റ്റംസ് പിടിക്കുകയുണ്ടായി. ചോദ്യം ചെയ്ത് അന്വേഷിച്ചു വന്നപ്പോൾ അവന്റെ കയ്യിൽ അല്പം മയക്കുമരുന്നിന്റെ പൊടിയിരിക്കുകയും അവനെ പിടിച്ചു, ചോദ്യം ചെയ്തു. ഏകദേശം 12 വർഷമായി അവനെ വിചാരണ ചെയ്തു. അവസാനമായി അതേ സിംഗപ്പൂരിന്റെ നിയമപ്രകാരം അവനെ അതേ തൂക്കുകയർ വിധിക്കപ്പെട്ടു. 27 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഇടവും വലവും നോക്കിയിട്ട്, ദൈവമേ എന്നെ ആരും ഉപദേശിപ്പാനില്ലല്ലോ, എനിക്ക് ഈ ഗതി വന്നുപോയല്ലോ. അവസാനമായി തൂക്കകയർ കഴുത്തിലിടുന്നതിന് മുമ്പ് ഒരു നേരത്തെ ആഹാരം അവന് കൊടുത്തു. പ്രിയരെ, അവൻ ആ ഭക്ഷണം കഴിച്ച വിധം നിങ്ങൾ കേട്ടാൽ ദുഃഖിച്ചു പോകും. സ്വന്തം മാതാവിന് വേണ്ടി, സ്വന്തം പിതാവിന് വേണ്ടി, സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഉപജീവനാർത്ഥം അവൻ പോയതാണ്. എന്നാൽ ആ യവനക്കാരൻ അവസാനം അവന് തൂക്കുകയർ വിധിക്കപ്പെട്ടു. അവൻ ഭക്ഷണത്തിനായി അതേ പാത്രത്തിലേക്ക് കൈയിടുമ്പോൾ കൈ കടന്ന് വിറയ്ക്കുകയാണ്. ഒരു നേരത്തെ ആഹാരം, ഒരു നേരത്തെ അന്നം അവൻ എടുത്ത് വിശപ്പടക്കുവാൻ കഴിയുന്നില്ല. കാരണം അവന്റെ ജീവിതത്തെ തളർത്തി കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അവൻ തൂക്കുകയറിൽ വിധിക്കപ്പെടുകയാണ്. ഇന്ത്യ ഗവൺമെന്റുകൾ നന്നായി പരിശ്രമിച്ചു നോക്കിയെങ്കിലും ആ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. എന്താണ് ഇതിന്റെ കാരണം? അടിസ്ഥാനമായ ഒരു ഉപദേശമില്ലാത്തതിനാൽ, യഥാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ ആളില്ലാത്തതിനാൽ പറ്റിയ വിപത്താണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുവാൻ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യമേ നിവർത്തിയുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ യേശുക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. പ്രിയരെ, യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ആ യേശുക്രിസ്തു പറയുന്നു, നിന്റെ പാപത്തെ ഞാൻ ക്ഷമിക്കുന്നവനാണ്, മാനസാന്തരപ്പെടുവീൻ. മാനസാന്തരത്തിന്റെ ഉപദേശമായി യോഹന്നാൻ സ്നാപകൻ ലോകത്തിലേക്ക് കടന്നുവൻ. അനന്തരമായി യേശു ലോകത്തിലേക്ക് കടന്നുവൻ. ഈ മാനസാന്തരത്തിന്റെ ഉപദേശം അതേ ദേശത്തിന് കൈമാറി. പൊതിഞ്ഞു കെട്ടപ്പെട്ട ദൈവത്തിന്റെ വചനവും മറഞ്ഞു കിടന്ന സാക്ഷ്യങ്ങളും പൊടി തട്ടിയെടുത്ത അവരോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കാരണം മാനസാന്തരപ്പെടുവീൻ. നീ എത്ര വലിയ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് മിടുക്കനാണെങ്കിലും 1-ാം ക്ലാസ് പഠിക്കാതെ 2-ാം ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല. 2-ാം ക്ലാസ്സിൽ പഠിക്കാതെ 5-ാം ക്ലാസ്സിൽ പോകാൻ പറ്റത്തില്ല. അതിന്റെ ഇടയ്ക്കെല്ലാം ക്ലാസ്സുകളുണ്ട്, പറയാൻ നേരമില്ലാത്തത് കൊണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഏറ്റവും വലിയ മിടുക്കനാണ്, എന്റെ കൊച്ചിനെ 10-ാം ക്ലാസ്സിൽ ഇരുന്ന് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എടുത്തോണ്ട് പൊയ്ക്കോളാൻ പറയും. അടിസ്ഥാന പ്രമാണമായി മാനസാന്തരത്തിന്റെ ഉപദേശം ഈ ദേശത്തോട് ഞങ്ങൾ അറിയിക്കുകയാണ്. മാനസാന്തരപ്പെടുവീൻ. എന്താണ് മാനസാന്തരത്തിന്റെ ഉദ്ദേശം? മനുഷ്യ ജീവിതത്തിൽ കുടികൊള്ളുന്ന പാപം, ആ പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിപ്പി. നിന്റെ പാപം കടും ചുവപ്പായിരുന്നാൽ അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശുവിന് കഴിയും. അതേ സമരിയ സ്ത്രീയെ കുറിച്ച് നിങ്ങൾ ബൈബിളിൽ കേട്ടിട്ടുണ്ട്. ഏകദേശം 5-ലധികം പുരുഷന്മാർ അവർക്കുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവനോ
അതും സ്ഥിരം വ്യക്തിയല്ല. കാരണം പാപിനിയായ ഒരു സ്ത്രീയാ. യേശു അവളെ നോക്കിക്കൊണ്ട്, സ്ത്രീയെ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു. കൂത്താട്ടുകുളത്തെ പ്രദേശവാസികളെ, ഞങ്ങളുടെ ശബ്ദം ശ്രമിക്കുന്നവരെ, വഴിപാടുകളോ നേർച്ചകളോ ഇതുകൊണ്ടൊന്നും നമ്മുടെ പാപത്തെ നീക്കുവാൻ സാധ്യമല്ല. ഇന്ന് രാത്രിയിൽ മുതൽ മുടക്ക് ഇത്രയേ ഉള്ളൂ. നിന്റെ ഹൃദയത്തെ കർത്താവിനായി കൊടുക്കൂ. യേശു ക്രിസ്തുവിനായി ഹൃദയത്തെ സമർപ്പിക്കൂ. യേശുവേ, ഞാൻ പാപിയായ ഒരു വ്യക്തിയാ, എന്നോട് ക്ഷമിക്കണമേ എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന കസേരയ്ക്ക് 1 രൂപ പോലും കൊടുക്കണ്ട. കസേരയിൽ വന്നിരുന്ന് ഇതൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. വേണ്ട, അതേ കോമ്പൗണ്ടിന്റെ എവിടെക്കെങ്കിലും നിന്നൊന്ന് പറഞ്ഞാൽ മതി. യേശുവേ, ഞാൻ പാപിയാകുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ആ നിമിഷത്തിൽ കർത്താവ് നിന്റെ പാപത്തെ ക്ഷമിക്കും. ഒരു മുടിയനായ പുത്രനെ കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു: അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകനെ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഈ മാനസാന്തരത്തിന്റെ ഉപദേശമായി യേശു ലോകത്തിലേക്ക് വന്നു. മാത്രമല്ല, അപ്പോസ്തലന്മാർ ഈ മാനസാന്തരത്തിന്റെ ഉപദേശം പ്രസംഗിച്ചു. അതേ പത്രോസ് ശ്ലീഹ അതേ മാനസാന്തരത്തിന്റെ ഉപദേശം പ്രസംഗിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:37, 38 ഓരോരുത്തർ തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെടുവീൻ, പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പീൻ. ഈ വസ്തുത മനസ്സിലായപ്പോൾ ഏകദേശം 3000-ലധികം പേർ അന്ന് മാനസാന്തരപ്പെടുവാനിടയായി. വിശദമായി നിന്ന് പറയുവാൻ നേരമില്ലല്ലോ. രണ്ടാമതായി, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഉപദേശത്തിന്റെ 2ാം ഭാഗം, ദൈവത്തിന് സ്തോത്രം, സാക്ഷ്യത്തിൽ അടങ്ങിയിരിക്കുന്നതായ ഒരു അനുഭവമാണ് നിങ്ങളുടെ. നിങ്ങൾ സാക്ഷ്യത്തിന് ചെവി കൊടുപ്പി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എന്താണ് ഈ ദേശത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ള 2ാമത്തെ സന്ദേശം? ഈ ഭൂതലത്തിലായിരിക്കുമ്പോൾ ഒന്ന്, നീ മാനസാന്തരപ്പെടുവീൻ, നിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. രണ്ടാമതായി, ഈ ഭൂതലത്തിലായിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് പ്രാപിക്കേണ്ടതായ മറ്റ് 3 സംഗതികളെ കുറിച്ചുകൂടെ വായിക്കുന്നു. വിശുദ്ധ 1 യോഹന്നാൻ അതേ 5-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 8ഉം 9ഉം വാക്യങ്ങൾ. ആത്മാവ്, ജലം, രക്തം, ഈ 3-ന്റെയും സാക്ഷ്യം ഒന്നു തന്നെ. നാം മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രണ്ടാമതായി, നിങ്ങൾ അനുഭവിച്ചറിയേണ്ട ഒരു അനുഭവിച്ചറിയേണ്ട സത്യങ്ങളാണ് നിങ്ങൾ അവിടെ ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടത്. ഒന്ന്, നിങ്ങൾ രക്തത്താലുള്ള ഒരു സാക്ഷ്യം പ്രാപിച്ചെടുക്കണം. 2, ജലത്താലുള്ള സാക്ഷ്യം നിങ്ങൾ പ്രാപിച്ചെടുക്കണം. 3, ആത്മാവിനാലുള്ള സാക്ഷ്യം നിങ്ങൾ പ്രാപിച്ചെടുക്കണം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ രക്തത്തെ കുറിച്ച് പറയുമ്പോൾ അവന്റെ രക്തം കുറ്റമില്ലാത്ത രക്തം, അവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തം. അവന്റെ രക്തം പൊന്നെ, വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടെന്നല്ല, ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ അവൻ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആകയാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, യേശുവിന്റെ രക്തത്തിന്റെ സാക്ഷ്യം നീ പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിന്റെ രക്തത്തെ നീ സ്നേഹിക്കുന്നുവോ? യേശുവിന്റെ രക്തം ജീവനുള്ള രക്തമാണ്. യേശുവിന്റെ രക്തം മനുഷ്യന്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വാസ്തവമായി സത്യത്തെ സ്നേഹിക്കൂ, സത്യത്തെ തിരിച്ചറിയൂ. രണ്ടാമതായി, നീ പ്രാപിക്കേണ്ട മറ്റൊരു അനുഭവം, ദൈവത്തിന് സ്തോത്രം, അത് സ്നാനമാണ്. അതെ, വെള്ളത്താലുള്ള സാക്ഷ്യം. യേശു ക്രിസ്തു യോർദാനിലേക്ക് ഇറങ്ങിയപ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞു, ആ ജലാശയം അത് കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് ഈ കൂത്താട്ടുകുളത്തിൽ അതേ ജലത്തിലേക്ക് ഇറങ്ങി ചോദിച്ചാൽ നിനക്ക് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യമെന്ത്
എന്ന് ചോദിച്ചാൽ ഈ വെള്ളം വിളിച്ചു പറയും, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് അപ്പുറമായി ലോകത്തിന്റെ രക്ഷിതാവായി കർത്താവായി യേശു ക്രിസ്തു അതേ യോർദാൻ വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ അനുഭവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവരും ഇവരും പറയുന്ന കേൾക്കുകയല്ല, വാസ്തവമായി സത്യവചനം നിങ്ങൾ കേൾക്കുക. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണമെന്ന് അപ്പോസ്തലനായി പൗലോസ് ലീഹ റോമ സഭയോട് ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസ് അപ്പോസ്തലൻ രക്ഷിക്കപ്പെട്ട ഇസ്രായേൽ ജനതയോട് അല്ലെങ്കിൽ യഹൂദ ജനതയോട് ഈ നഗ്നസത്യം ഓർമ്മിപ്പിക്കുകയാ. മർക്കോസിന്റെ സുവിശേഷം 16:16 അവിടെ വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ദൈവത്തിന് സ്തോത്രം. മാറ്റിക്കൂടാത്ത സത്യമാണ്. വായിപ്പാൻ നേരമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 33-34 അങ്ങനെ സകലം നിവൃത്തിയാകുവാൻ ഇടയായി. അതേ ദൈവത്തിന്റെ വചനത്താൽ ഈ രക്തത്താലും വെള്ളത്താലും നിങ്ങളുടെ ജീവിതത്തിൽ നിവൃത്തിയാക്കപ്പെടേണ്ട സാക്ഷ്യങ്ങളെ നിങ്ങൾ പ്രാപിച്ചെടുത്തട്ടെ. ഈ ലോകം വിട്ട് കടന്നു പോകാവും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തുകൾ നാം പഠിക്കുമ്പോൾ സ്നാനത്തെ കുറിച്ചുള്ള ഉപദേശം ഇന്ന് പല തരത്തിലാണ് വിളിച്ചറിയിക്കുന്നത്. ശിശുക്കളുടെ സ്നാനം, കൊടിക്കീഴിലുള്ള സ്നാനം, തന്നെത്താൻ മുങ്ങിയുള്ള സ്നാനം, അവര് മുങ്ങി നീ എന്നെ കൂടെ മുക്കട എന്നുള്ള സ്നാനം. ഇന്നത്തെ സ്നാനം ഈ വിധത്തിൽ കിടക്കുമ്പോൾ സത്യവേദപുസ്തകം എന്ന് പറയുന്നു, അതേ അഭിഷക്തനായ ഒരുവന്റെ കൈക്കീഴിൽ നിങ്ങൾ സ്നാനമേൽക്കണം. നിങ്ങൾ ഏറ്റിരിക്കുന്ന സ്നാനം ശിശു സ്നാനമോ, നിങ്ങൾ ഏറ്റിരിക്കുന്ന സ്നാനം കൊടിക്കീഴിലുള്ള സ്നാനമോ, നിങ്ങൾ ഏറ്റിരിക്കുന്ന സ്നാനം തനിയെ മുങ്ങിയുള്ള സ്നാനമോ, ഇതിനൊന്നും ആധാരം വേദപുസ്തകത്തിൽ വാക്യമില്ല. ദൈവത്തിന് സ്തോത്രം. പെന്തക്കോസ്ത് നാളിൽ 3000 പേർ സ്നാനമേറ്റു, ശമരിയാക്കാർ സ്നാനമേറ്റു, എത്യോപ്യയിലെ ഷണ്ണൻ സ്നാനമേറ്റു, ലുദിയായും കുടുംബവും സ്നാനമേറ്റു, പ്രമാണിയും കുടുംബവും സ്നാനമേറ്റു. ആകയാൽ പ്രിയപ്പെട്ടവരെ, എന്തിന് നാം അറച്ചു നിൽക്കണം? വാസ്തവമായി തിരുവെഴുത്തിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ സാക്ഷ്യം പ്രാപിപ്പാൻ നിങ്ങൾ സ്നാനമേൽപ്പീൻ. മൂന്നാമത്തെ സത്യം എന്താണ്? ആത്മാവിന്റെ സാക്ഷ്യം പ്രാപിക്കണം. എന്നാൽ ആത്മാവിന്റെ സാക്ഷ്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിന്റെ സാക്ഷ്യത്താൽ നിങ്ങൾ മുദ്രയിടപ്പെടണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തല പ്രവർത്തികൾ അപ്പോസ്തലന്മാർ ചോദിക്കുന്നു, സ്നേഹിതാ, നീ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ദൈവത്തിന് സ്തോത്രം. അതേ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തല പ്രവൃത്തി 2:4 അതേ 1-ാം നൂറ്റാണ്ടിൽ യേശുവൻ തന്റെ ശിഷ്യന്മാരും അഥവാ അപ്പോസ്തലന്മാരും 108 വിശ്വാസികളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. അക്കൂട്ടത്തിൽ യേശുവിന്റെ അമ്മയും ആത്മാവിൽ നിറഞ്ഞതായി നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതേ അനേകം വിശ്വാസികൾ, ദൈവത്തിന് സ്തോത്രം, അതേ എത്രയോ മനുഷ്യർ കാലാകാലങ്ങളിലായി ഇന്നും യഥാർത്ഥമായും ആത്മാവിനെ പ്രാപിച്ചും സ്നാനപ്പെട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അനുഗ്രഹീതമായ ജീവിതം തുടരുന്നു. പ്രിയരെ, അതുകൊണ്ട് ഞങ്ങൾ സത്യമായി നിങ്ങളോട് പറയുന്നു, ഒരു പള്ളി പ്രമാണിയുടെ പേരിങ്ങനെയാണ്, നിക്കോദമോസ്. അന്ന് ഒരു ദിവസം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്തു ചെയ്യണം? നിത്യജീവനെ പ്രാപിപ്പാൻ യേശു അവനോട് വ്യക്തമായി പറഞ്ഞു, നീ പുതുതായി ജനിക്കപ്പെടണം, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനത്താൽ നീ അതേ പുതുതായി നീ ജനിക്കപ്പെടണം. ഇനി എങ്ങനെ ജനിക്കും കർത്താവ്? അവൻ പരമാർത്ഥിയായതുകൊണ്ട് ഉള്ളതങ്ങ് ചോദിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വാസ്തവമായി യേശു പഠിപ്പിക്കുന്നു, നീ പുതുതായി ജനിക്കപ്പെടണം, വെള്ളത്താൽ ജനിക്കപ്പെടണം, ആത്മാവിനാൽ ജനിക്കപ്പെടണം. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കുന്നു എങ്കിൽ മാത്രമേ പ്രിയരെ നമുക്ക് ഈ അരുണോദയം ലഭിക്കുകയുള്ളൂ. മറ്റൊരു വിഷയത്തെ കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒന്നാമത് പറഞ്ഞു മാനസാന്തരപ്പെടുവീൻ, രണ്ടാമത് പറഞ്ഞു ജലസ്നാനം സ്വീകരിപ്പീൻ, മൂന്നാമത് നിങ്ങളോട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ, നാലാമതായി ഞങ്ങൾക്ക് നിങ്ങളോടുള്ള ഉപദേശം മരണാനന്തര ജീവിതത്തെ കുറിച്ചു, അനന്തരമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞാൻ നിങ്ങളും മരിക്കും. ഇന്ന്
നമ്മുടെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെ ഫീസ് പോകുന്നത് പോലെയാണ് മനുഷ്യൻ നൊടിയിടയിൽ പിടഞ്ഞു വീണ് മരിക്കുകയാണ്. 70 വയസ്സേറെയായാൽ 80 എന്ന് നമ്മൾ പറയുമ്പോൾ ഇന്ന് 70 പോകുന്നില്ല. 45, 50 കിർക്കിർന്ന് 2 ശബ്ദം കേൾക്കുമ്പോൾ ആള് നിലത്ത് വീഴുന്നു. ഫോൺ വരുന്നു, അച്ചായൻ പോയി. ദൈവത്തിന്റെ മഹത്വം. മനുഷ്യ ജീവിതം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയരെ, മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാമോ? ദൈവത്തിന് സ്തോത്രം. മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. നിങ്ങൾ കുറഞ്ഞപക്ഷം 70 വയസ്സെങ്കിലും ഈ ദേശനിവാസികൾ ജീവിച്ചിരിക്കണം. അനർത്ഥങ്ങളിൽ പെടുവാൻ പാടില്ല. രോഗിയായി മരിക്കുവാൻ പാടില്ല. നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിന്റെ വചനത്തെ മനസ്സിലാക്കി അനുഗ്രഹീതമായ ഒരു ജീവിതം ചെയ്യുവാൻ ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. നിങ്ങളോട് ഞങ്ങൾ താഴ്മയായി പറയുന്നു, കുറഞ്ഞപക്ഷം നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ ആയുസ്സോടെങ്കിലും ജീവിച്ചിരിക്കണം. അതിനും ആരും മരിക്കരുതേ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ മരണം എന്ന പ്രതിഭാസം മനുഷ്യന് ദൈവം അനുവദിച്ചിരിക്കുന്നതാ. ഈ മരണശേഷം എവിടെ പോകും? മനുഷ്യൻ തന്റെ മരണശേഷം അവന് ശരീരത്തിലിരിക്കുന്ന പ്രവൃത്തികൾക്കനുസൃതമായി, അവനെടുത്തിരിക്കുന്ന തീരുമാനത്തിനനുസൃതമായി അവന്റെ ആത്മാവ് ഒന്നുകിൽ പരദീസയിൽ പോകും, ഇല്ല എങ്കിൽ പാതാളത്തിന്റെ അനുഭവത്തിലേക്ക് പോകും. ഇന്ന് ഞാൻ ചോദിക്കുന്നു, നിങ്ങളുടെ നമുക്ക് ഇന്നൊരു മരണം സംഭവിച്ചാൽ നമ്മുടെ വിലപ്പെട്ട ആത്മാവ് എവിടെ പോകും? എന്നാൽ നൂതനമായ ചില ആശയങ്ങൾ ഇന്ന് രംഗത്തുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതേ ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ 1970 208 തെർത്തുല്യൻ എന്ന് പറയുന്ന ഒരു സഭാപിതാവ് പറഞ്ഞു, മരണശേഷം ആരും പേടിക്കണ്ട, നമുക്കൊരു ശുദ്ധീകരണ സ്ഥലം ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ശുദ്ധീകരണ സ്ഥലത്ത് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ച് നിങ്ങളെ ഒരുക്കി ഞങ്ങളങ്ങ് മുകളിൽ കയറ്റിയേക്കാം. എന്നാൽ സത്യവേദപുസ്തകം എന്ന് പറയുന്നു, ജീവനുള്ളവർക്ക് വേണ്ടി മരിച്ചവരോടോ ആലോചന ചോദിക്കുന്നതാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീ പൊയ്ക്കൊള്ളാൻ. പോയിട്ട് നീ അവിടെ പോയി വിശ്രമിച്ച് ഒറ്റ അക്ഷരം മിണ്ടിയേക്കത്, അനങ്ങാതിരുന്നോളാനാ പറഞ്ഞേക്കുന്നത്. പിന്നെ എങ്ങനെയാ മരിച്ചവരോട് ചോദിക്കുന്നത്? ദൈവത്തിന് ഒറ്റ അക്ഷരം മിണ്ടെന്ന് വായടച്ചവിടെ അനങ്ങാതിരിക്കുക. പ്രിയപ്പെട്ടവരെ, മരണശേഷം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് സ്വർഗത്തിൽ കയറ്റുമെന്ന് പറയുന്ന ഉപദേശം ശരിയോ? മരിച്ചവരോടുള്ള പ്രാർത്ഥന യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 19-ാം വാക്യം പറയുന്നു, അരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊരു അറിവുള്ളവരായിരിക്കുക. അതിനാൽ ഞാൻ നേരത്തെ പറഞ്ഞത്, മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് നിത്യതയുടെ കവാടം തുറക്കുവാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളണം. യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ കരുതിക്കൊള്ളണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശദീകരിക്കുന്നില്ല. ഈ മരണത്തിന്റെ ആസക്തിയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജീവനെ കൊടുത്തു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജീവപുസ്തകത്തിൽ പേരെഴുതിക്കൊള്ളണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കൾ തള്ളിക്കളയും. അത് രണ്ടാമത്തെ മരണം. വലിയവനായാലും ചെറിയവനായാലും ഉന്നതനായാലും പാമരനായാലും ഏതു വ്യക്തിയായിരുന്നാലും ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നില്ല എങ്കിൽ, പാപങ്ങളെ ഏറ്റുപറയുന്നില്ല എങ്കിൽ, ജലസ്നാനം സ്വീകരിക്കുന്നില്ല എങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല എങ്കിൽ, ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ല എങ്കിൽ, പാപം ചെയ്യുന്നവന്റെ പേർ എന്റെ പുസ്തകത്തിൽ നിന്ന് മാറ്റിക്കളക മാത്രമല്ല, നിത്യാഗ്നിയിലേക്ക് ഞാൻ തള്ളിക്കളയും. ഈ യാതനാ സ്ഥലത്തേക്ക് പോകാതിരിപ്പാൻ, ഈ നിത്യ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളുവീൻ. ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊള്ളുവീൻ. ബാക്കി കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ആ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിക്കൊള്ളുവിൻ. ഇവിടെ ലോകത്തിൽ പല പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊന്നും ഈ പുസ്തകം പോലെയല്ല. ഇത് ജീവന്റെ പുസ്തകമാണ്. ജീവനുള്ളവരുടെ പേരെഴുതുന്ന പുസ്തകമാണ്. അത് എന്ന് പറഞ്ഞാൽ ജീവനുള്ളവർ എന്ന് പറഞ്ഞാൽ ജീവൻ പ്രാപിച്ചവരുടെ പേർ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ജീവനുണ്ട്. എന്നാൽ ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവപുസ്തകം. ഈ ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ നീ നരകത്തിലേക്ക് പോകും, യാതനാ സ്ഥലത്തേക്ക് പോകും. അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല, അവിടെ നീ നിത്യം ദണ്ഡനം അനുഭവിക്കും. ശാസ്ത്രലോകം
ഇന്ന് അതെല്ലാം കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പറയുവാൻ നേരമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഭൂമിയെ തുരന്ന് ഏകദേശം 15 കിലോമീറ്ററോളം തുരന്നു ചെന്നപ്പോൾ ഭൂമിയുടെ അധോഭാഗത്ത് 1000 ഡിഗ്രി സെൽഷ്യസിന് അപ്പുറമായി ചൂട് ഇങ്ങനെ ലാവ കത്തി എരിഞ്ഞു, അതേ വലിയ ചൂട് പ്രവഹിക്കുകയാണെന്ന് പോലും അവിടെ നിന്നും മനുഷ്യന്റെ ശബ്ദമൊക്കെ പുറത്തു വരുന്നു എന്നൊക്കെ ലോകത്തിൽ വിളിച്ചു പറയുന്നു. സത്യമായിരിക്കുക. ബൈബിളും അടിവരയിട്ട് പറയുന്നു. എന്താ പറയുന്നത്? അത് യോബിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ ഭൂമിയുടെ പ്രതലമോ ആകാരം വിളയിക്കുന്നു, അതിന്റെ അധോ ഭാഗമോ തീ കൊണ്ടെന്ന പോലെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വചനം എത്ര സത്യമാ! ദൈവത്തിന് സ്തോത്രം. മാറ്റിക്കൂടാത്ത ഈ സത്യത്തെ ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഈ സാക്ഷ്യം താമസമിനാതെ പൊതിഞ്ഞു കേട്ടോ. താമസമിനായി ഉപദേശം മുദ്രയിടുന്നതിന് മുമ്പ് ഞങ്ങളെ അവസാനത്തെ തിരി ആളിക്കത്തിച്ച് ഈ സത്യം നിങ്ങളോട് പറഞ്ഞു തരുന്നു. എന്തെങ്കിലും മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ തായ്തടികൾ വെട്ടിമാറ്റി നിങ്ങൾ ഈ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തുവിനെ, ഈ പ്രകാശമായിരിക്കുന്ന സത്യവചനത്തെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊള്ളുവീൻ. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, ഈ അരുണോദയം നിനക്കും സായത്തമാണ്. താമസമിന ഈ കാലഘട്ടത്തിനൊക്കെ ഒരു മാറ്റം വരുവാൻ പോകുന്നു. ഇന്നലെ നാം കേട്ട് കഴിഞ്ഞു മശിഹാ തമ്പുരാൻ വരുമെന്ന്. യേശു താമസമിന വരും. ഇന്ന് നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം കൃപായുഗമാണ്. 6-ാം യുഗത്തിന്റെ അന്ത്യത്തിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നു. താമസമിന യേശു വെളിപ്പെടും. യേശു വെളിപ്പെടുന്നത് 3 രീതിയിലാണ് ഇന്നലെ കേട്ടു. 1, അവൻ രഹസ്യമായി വെളിപ്പെടും. 2, അവൻ ആകാശമേഘാരൂഢനായി വെളിപ്പെടും. 3, അവൻ ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടും. എന്നാൽ 1-ാമത്തെ അവന്റെ വെളിപ്പെടലാണ് അരുണോദയം. ദൈവത്തിന് സ്തോത്രം. സൂര്യന്റെ ഉദയം എന്ന് നാം പഠിക്കുമ്പോൾ അതിന് 2-3 വശങ്ങളുണ്ട്. സൂര്യൻ ഉദിക്കുന്നത് ഇരുളിൽ അത് പ്രകാശിച്ചു കടന്നു വരുന്നു. ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ഉദയ നക്ഷത്രം എന്നൊക്കെ പറയാം. അത് ഇരുട്ടുള്ളപ്പോൾ ഉദിക്കുന്ന ഒരു അനുഭവമാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത 1 ഇരുട്ടിൽ രഹസ്യമായി. അതുകൊണ്ടാണ് കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞത്. എന്തിനാ യേശു ഒളിച്ചും പാത്തു വരുന്നല്ല ഇതിന്റെ അർത്ഥം. തനിക്കായി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധ സഭയെ ചേർക്കുവാൻ യേശു വെളിപ്പെടുവാൻ പോകുന്നു. അതിനായി ഒരുങ്ങിയിരിക്കുന്നവർ ഇവിടുന്ന് വേഗം മാറ്റപ്പെടും. അതിന് 3 ശബ്ദമുണ്ട്. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ക്ഷേഷിക്കുന്നവരായ നാം രൂപാന്തര ശരീരം പ്രാപിക്കും. കൂത്താട്ടുളങ്കാരെ, അവിടെ ഇവിടെ കടകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാഹനങ്ങളിൽ ഇരിക്കുന്നവരെ, രൂപാന്തര ശരീരം പ്രാപിക്കണ്ടേ? അരുണോദയം അനുഭവിക്കണ്ടേ? ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ എന്തിനാ ഇത്ര ചങ്കപട്ടി കാര്യം പറയുന്നത്? നിങ്ങൾ ഒരുവരെയും കൂടെ രക്ഷപ്പെടുത്തി ആ നിത്യതയുടെ വികായസിലേക്ക് കരം പിടിച്ചുയർത്തുവാൻ ദൈവത്തിന് സ്തോത്രം. അതേ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ട് നിർത്തുവാൻ ഈ ഉപദേശം ഇതാ, ഈ സാക്ഷ്യം ഇതാ, ഇനി ഇത് പൊതിഞ്ഞു കെട്ടുവാൻ സമയമായിരിക്കുന്നു. അതിനു മുമ്പേ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ കർത്താവിന്റെ വരവിനോട് കൂടെ മറ്റൊരുവൻ രംഗപ്രവേശനം ചെയ്യും. ആരാണിവൻ? ഇവന്റെ പേരാകുന്നു എതിർ ക്രിസ്തു. എന്താണ് ഇവന്റെ നിലയും നിലവാരവും? നമുക്കൊന്ന് പരിശോധിച്ചാൽ അതേ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ചൊരു വിവരണം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുന്നു, തടുക്കുന്നവൻ വഴിയിൽ നിന്നും മാറേണം. അധർമ്മത്തിന്റെ മർമ്മം വെളിപ്പെടുവാൻ ആരാണ് തടുക്കുന്നവൻ? അത് പരിശുദ്ധാത്മാവാണ്. ഇന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ ഭൂമിയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഈ സുവിശേഷ യോഗം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷതയോടെ ആയിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് തന്റെ ജനത്തെ ഒരുക്കി ഇവിടുന്ന് മാറ്റപ്പെടും. അതിനുശേഷം ഇവിടെ ഒരുവൻ രംഗത്ത് വരും. അവന്റെ പേരാണ് എതിർ ക്രിസ്തു, ഇല്ലായെങ്കിൽ അന്ത്യക്രിസ്തു. അവന്റെ നിലയും നിലവാരമെന്ത്? അവന് 10 കൊമ്പുകളുണ്ട്, അവന് 7 തലയുണ്ട്, അവന് 10 രാജമുടികളുണ്ട്, അവന്റെ തലയിൽ ദൂഷണ നാമമുണ്ട്. അവൻ സമുദ്രമാകുന്ന ജനസമുദായ കടലിൽ നിന്ന് അവൻ കരേറി വരുന്നു. അവനെ ഒരു മൃഗത്തിന്റെ വേഷത്തിലാണ് വെളിപ്പെടുത്തുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ചിലര് ചോദിക്കുമല്ലോ, അതേ ഒരു മൃഗം കാട്ടിൽ നിന്ന് ഇറങ്ങി, അതിന്റെ ഏത് മൃഗമാ? പുലിയാണോ
കടുവയാണോ, സിംഹമാണോ, അതോ ഇനി വല്ല മരപ്പെട്ടി വല്ലതും ആണോ? ഏതാ രംഗത്തിറങ്ങിയത്? ഉടനെ അതിന്റെ ഗവേഷകർ വന്ന് അതെ ഗ്ലാസ് വെച്ച് നോക്കും, ഇതിന്റെ കാൽപ്പാട് ഏതാണ്. ദൈവത്തിന് സ്തോത്രം. യവനെ തിരിച്ചറിയാൻ പാടാന്ന് ഓർത്തു കൊള്ളണം. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, അവന് പുള്ളിപ്പുലിയുടെ സാദൃശ്യമാണ്, അതിന്റെ കാൽ കരടിയുടെ സാദൃശ്യമാണ്, അതിന്റെ വായ് സിംഹത്തിന്റെ സാദൃശ്യമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുസഭ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ സ്വർഗസ്ഥലത്തിന് യുദ്ധമുണ്ടായിട്ട് മീഖായേൽ അതേ പിശാചിനെ വെട്ടി സാത്താനെ വെട്ടി ഭൂതലത്തിലേക്ക് തള്ളിക്കളയുമ്പോ വീണുപോയ ഈ സാത്താന്യ ശക്തികൾ ഈ മൃഗത്തിന് അധികാരം കൊടുത്ത് അവനെ ലോകത്തിന്റെ ചുക്കാൻ അവന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ. ദൈവത്തിന് മഹത്വം. ഇന്ന് കാണുന്ന അതേ ജനാധിപത്യങ്ങളെല്ലാം അവസാനിക്കും. എല്ലാം വിശദവർഗമായി പറയുവാൻ സമയം അനുവദിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ കേട്ടല്ലോ, ഈ കർത്താവിന്റെ വരവിക്കൽ പോയില്ല എങ്കിൽ, ഈ യേശുവിനെ നാം എതിരേൽക്കുന്നില്ല എങ്കിൽ, ഈ കർത്താവിന്റെ വരവിൽ പോകുവാൻ നാം താല്പര്യപ്പെടുന്നില്ല എങ്കിൽ, ഇല്ല ഉപദേശം കേൾക്കുവാൻ, ഈ സാക്ഷ്യം കേൾക്കുവാൻ അവർ അതുപോലെ പറയുന്നില്ല എങ്കിൽ അവർക്ക് അരുണോദയം ഉണ്ടാകുകയില്ല. നിങ്ങൾ കർത്താവിന്റെ വരവിങ്കൽ പോയില്ല എങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ചില ന്യായവിധികൾ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങൾ, അതേ 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ നീ വരിക, 4 ജീവികളിൽ ഒന്ന് അതേ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത് കേട്ടത്? ഒന്നാമതായി രംഗത്ത് വന്നു ഒരു വെള്ളക്കുതിര. ദൈവത്തിന് സ്തോത്രം. ഈ എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനമാണ്. ഒരു വെള്ളക്കുതിരയായി അദ്ദേഹം രംഗപ്രവേശനം ചെയ്യുന്നു. മനുഷ്യനോട് സമാധാനം പറയുന്നു. ഇന്ന് മാനവരാശിയോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു സുന്ദര ശോഭനമായ ഭരണം തരാം. ഞാൻ നിങ്ങൾക്ക് അത് വേണ്ടതുപോലെ എല്ലാം കൈകാര്യം ചെയ്തു കൊള്ളുക. ജാതിയോ മതമോ എനിക്കില്ല, രാഷ്ട്രമോ ഭാഷയോ എനിക്കില്ല. ഞാൻ എല്ലാവർക്കും ഒരു രാജാവായിരിക്കും. ആരും ഭയപ്പെടേണ്ട. ഞാൻ സമാധാനത്തോടെ പ്രവർത്തിക്കുന്നു. പക്ഷേ അവിടെ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ, അവൻ ഒരു വെള്ളക്കുതിരയായി രംഗപ്രവേശനം ചെയ്യുന്നു. അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അപ്പോൾ തന്നെ അവന്റെ കയ്യിൽ അമ്പില്ല. അതിന്റെ അർത്ഥമോ, അവൻ തുടക്കത്തിൽ ഒരു യുദ്ധമല്ല, സ്നേഹത്തിന്റെ ഭാഷയിൽ, മാന്യമായ ഭാഷയിൽ, യോഗ്യമായ നിലയിൽ അവൻ മനുഷ്യവർഗത്തോട്, രാഷ്ട്രങ്ങളോട് ഇടപെടും. അതുകൊണ്ടാണ് ഇന്ന് അതിന്റെ മുന്നോടിയായി അതെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. രണ്ടാമതായി, ഈ കർത്താവിന്റെ വരവിക്കൽ നീ പോയില്ല എങ്കിൽ വന്നു ചേരുന്ന ശിക്ഷയുടെ മറ്റൊരു നിലവാരം, ഈ എതിർ ക്രിസ്തുവിന്റെ മറ്റൊരു ഭാവം. 2-ാം മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചപ്പോൾ, വെളിപ്പാട് 6:3-4 ഒരു ചുവന്ന കുതിര പ്രത്യക്ഷമായി. ദൈവത്തിന് സ്തോത്രം. രക്തരൂക്ഷിതമായ അനുഭവം. എന്താണ് ഈ ചുവപ്പ്? ഇത് രക്തത്തെ വിരൽ ചൂണ്ടുന്നു. രക്തരൂക്ഷിതമായ മനുഷ്യൻ തമ്മിൽ കൊല്ലുന്ന കാലം, ഒരു വല്ലാത്ത കാലം. ദൈവത്തിന് സ്തോത്രം. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, 3-ാം മുദ്ര കുഞ്ഞാട് പൊട്ടിച്ചപ്പോൾ, അടുത്തതായി ഒന്ന് രംഗത്ത് വന്നു കറുത്ത കുതിര. എന്താണ് ഇവന്റെ കുഴപ്പം? ഈ കറുത്ത കുതിര എന്തിനെ കാണിക്കുന്നു? ഇത് ക്ഷാമത്തെ കാണിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ പറയുന്നത് പോലെ വലിയ ക്ഷാമം ആദ്യഘട്ടങ്ങളിൽ കാണുകയില്ല. സമൃദ്ധിയായിരിക്കും, എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും ഈ ഭരണത്തെ സ്വാഗതം ചെയ്യും. കാരണം കൊള്ളാം, എല്ലാമുണ്ട്. റേഷനറി ഉണ്ട്, ഗോതമ്പുണ്ട്, സൂപ്പർ മാർക്കറ്റുകളുണ്ട്, എല്ലാം ഇഷ്ടം പോലെ എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സംഗതിക്ക് മാറ്റം വരും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരു തുലാസവന്റെ കയ്യിലുണ്ട്. അവൻ ഒരു പണത്തിന് 3 ഇടങ്ങഴി യവൻ കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ് കൊടുക്കും. ഇഷ്ടം പോലെ ഒരു ഭാഗത്തുണ്ടെങ്കിലും മറുഭാഗത്ത് വളരെ കഷ്ടമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ വരവിന് ശേഷം ഇവിടെ ആരെങ്കിലും കൈവിടപ്പെട്ട് പോകുന്നെങ്കിൽ ഓർത്തോണം, 666 എന്ന മുദ്ര നെറ്റിമേലും കൈമേലും ഏറ്റോണം. നെറ്റിമേലും കൈമേലും ഏക്കുന്നില്ല എങ്കിൽ വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയത്തില്ല. ഇവിടെ ഏതോ പുതുപ്പറമ്പിൽ അവറാന്റെ മോനാണെന്ന് പറഞ്ഞാലും, മത്തായിച്ചന്റെ മോനാണെന്ന് പറഞ്ഞാലും, ചാക്കോച്ചന്റെ അളിയനാന്ന് പറഞ്ഞാലും, നിന്റെ കൈ മുദ്ര ഉണ്ടോ?
666 മുദ്രയുണ്ടോ? അത് നെറ്റുമേലും കൈമേലും ഏക്കണം. പ്രിയ സഹോദരരെ, ഈ സത്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിന്റെ മുന്നോടിയാണ് ഇന്ന് പൊതു ഭക്ഷണ സമ്പ്രദായം, ഏക ലോക ഗവൺമെന്റുകൾ, ഏക ലോക ഭക്ഷണ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഇതിന്റെ എല്ലാം മുന്നോടിയായി ഈ ലോകത്തിൽ വരുന്ന ശിക്ഷ, ഈ ലോകത്തിൽ ഒരു എതിർ ക്രിസ്തുവിന്റെ ആ ശൈലികളാണ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. 4-ാം ജീവി മുദ്ര പൊട്ടിച്ചപ്പോൾ സംഗതിക്ക് മാറ്റമായി. എന്താ? മഞ്ഞക്കുതിര പ്രത്യക്ഷമായി. ദൈവത്തിന് മഹത്വം. എന്താണ് ഇവന്റെ കുഴപ്പം? ഇവന് അതേ അധികാരം ലഭിക്കുന്നു. എന്താണ് ഈ മഞ്ഞക്കുതിരയുടെ അതേ പേരിന് അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥം? മരണം എന്ന പേരാ. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണം? അവിടെ 4 വിധത്തിലാണ് മരണം മനുഷ്യന്റെ മേൽ വന്നു വീഴുന്നത്. ഒന്ന്, വാളുകൊണ്ട് മരിക്കും. രക്തരൂക്ഷിതമായ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടും. രണ്ടാമതായി ക്ഷാമം. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വിശപ്പ് കൊണ്ട് പുളയും. മൂന്നാമത് വ്യാധി കൊണ്ട് മനുഷ്യൻ അശേഷം നശിക്കും. നാലാമതായി കാട്ടുമൃഗങ്ങൾ. ഇന്ന് കാട്ടുമൃഗങ്ങൾക്ക് സദൃശമായി ഒരു പൂച്ചയ്ക്ക് ഒരു പൂച്ചയോട് സിമ്പതിയുണ്ട്. എന്നാൽ ഇന്നൊരു മനുഷ്യനോട് ഒരു സിമ്പതിയുമില്ല. വല്ലാത്തൊരു കാലം. 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കൈവിടപ്പെട്ട പോയവരിൽ രക്തസാക്ഷികൾ. ദൈവത്തിന് സ്തോത്രം. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഈ ഭൂമിക്ക് അടുത്തതായി മാറ്റങ്ങൾ സംഭവിക്കുന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ രക്തതുല്യമായി. അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് ആടിയിട്ട് അത് അത്തിക്കാ ഉലഞ്ഞ് നിലത്ത് വീഴുന്നത് പോലെ അന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിലത്തേക്ക് ഇളകി വീഴുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിവരിക്കുമ്പോൾ 7 വർഷത്തെ പീഡാകാലത്തിങ്കൽ ഈ ലോകത്ത് സംഭവിക്കുന്നതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം എതിർ ക്രിസ്തു ലോകത്തെ ഭരണം പിടിച്ചെടുക്കും. അവനും ഈ ലോകത്തെ 7 വർഷം ഭരിക്കും. ഈ 7 വർഷ ഭരണത്തിന് കീഴിൽ ഇവൻ 4 മുഖങ്ങളായി രംഗത്ത് വരും. ആ 4 മുഖങ്ങളിൽ അവന്റെ രീതികൾക്കെല്ലാം മാറ്റം വരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമാണോ ഇനി അന്നുണ്ടാകുന്ന മനുഷ്യന്റെ അവസ്ഥ അറിയാമോ? അതെ, വേദപുസ്തകം പഠിക്കുമ്പോൾ അത് 16-ാം അധ്യായം വെളിപ്പാട് 16-ൽ വായിക്കുന്നു. ക്രോധകലശം, 7 ക്രോധകലശം. ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ ക്രോധകലശം ഒഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? വല്ലാത്ത ദുർവ്രണമുണ്ടായി. മനുഷ്യനിൽ ദുർവ്രണങ്ങൾ. ഇന്ന് ചെറിയൊരു പരു വന്നാൽ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാ. വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. നേരത്തെ ഒരു സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ലേ? ദൈവത്തിന് മഹത്വം. വല്ലാത്ത ദുർവ്രണമുണ്ടാകുവാൻ പോകുന്നു. അടുത്തതായി ഈ ക്രോധകലശം വീണ്ടും ഒഴിക്കുമ്പോൾ സമുദ്രത്തിന്മേൽ അത് സമുദ്രം വേറും മോശമായി മാറ്റപ്പെടുന്നു. മൂന്നാമതായി അതേ ക്രോധകലശം ഒഴിക്കുമ്പോൾ സമുദ്രമെല്ലാം രക്തതുല്യമായി, ഉറവകൾ, ചാലുകൾ എല്ലാം രക്തതുല്യമായി തീരുന്നു. മനുഷ്യന് വെള്ളം കുടിക്കുവാൻ കഴിയുന്നില്ല. ഒന്ന് കയ്യോ കാലോ കഴുകണോ എന്ന് വെച്ചാൽ നടക്കത്തില്ല. കിണറ്റിൽ രക്തം, കുപ്പി വെള്ളത്തിൽ രക്തം. ഈ കാണുന്ന എല്ലായിടങ്ങളിലും രക്തമായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി അവൻ അടുത്ത ക്രോധകലശം ഒഴിച്ചപ്പോൾ അതേ സൂര്യനിന്മേൽ ക്രോധകലശം ഒഴിച്ചു. ഇന്ന് വരെ ഉണ്ടാകാത്ത വിധം സൂര്യനിൽ അത്യുഷ്ണമുണ്ടായി. ഇന്ന് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യാത്ത വിധം ചൂട് ദേശത്തുണ്ട്. ഇനി ക്രോധകലശം ഒഴിക്കുമ്പോൾ അത്യുഷ്ണമായിരിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അടുത്തതായി 5-ാമതായി ദേശം ഇരുണ്ടുപോകുന്നു. 6-ാമതായി ക്രോധകലശം ഒഴിക്കുമ്പോൾ യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകുന്നു. ഇതിന്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ ദേശത്ത് ഞങ്ങൾക്കൊരു വിശ്വാസ വീടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടം ശുശ്രൂഷകരുണ്ട്. അതേ, അതിനുശേഷം വലിയൊരു ഭൂകമ്പമുണ്ടായി. വെളിപ്പാട് 6:15 മലകളെല്ലാം നിലത്ത് വീഴുവാൻ തുടങ്ങി. മനുഷ്യനെ മരണം വിട്ടുപോയി. അന്ന് രാജാക്കന്മാർ, മന്ത്രിമാർ, പ്രഭുക്കന്മാർ, എല്ലാ പ്രഭുക്കന്മാരും വിളിച്ചു പറയുന്നു, ഞങ്ങൾക്ക് ഈ ലോകത്തിന് ഇനി ജീവിക്കണ്ട. മരണത്തിനായി അവർ കൊതിക്കും. മരണം അവരെ വിട്ടുപോകും. പ്രിയ സ്നേഹിത, ഈ ദേശത്ത് വരുന്ന മാറ്റങ്ങൾ, അതേ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ സമയം ചുരുക്കത്താൽ വാക്കുകളെ ചുരുക്കട്ടെ. യെശയ്യാ പ്രവചനം 24:17 ഒന്നെടുത്തുനിന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചന പുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം. ഭൂവാസിയെ, പേടിയും കുഴിയും കിണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. ഒന്ന് നിർത്തി വായിക്കണം. ഭൂവാസിയെ, പേടിയും കുഴിയും കിണിയും
കെണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. നിനക്ക് നേരിട്ടിരിക്കുന്നു. പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഉയരത്തിലെ കിളിവാതിൽ തുറന്നിരിക്കുന്നു. സ്വർഗ കവാടം തുറന്നിരിക്കുന്നു. ആർക്കെങ്കിലും ഇത് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കേട്ടുകൊള്ളുക. ഈ ഉപദേശം മുദ്രയിടുവാൻ പോകുക. ഇത് കൊട്ടിയടയ്ക്കുവാൻ പോകുക. ഈ സാക്ഷ്യം മുദ്രയിട്ട് വെക്കാൻ പോകുന്നു. അതിനു മുമ്പ് ഞങ്ങളുടെ രക്തത്തിന് രക്തവും ഞങ്ങളുടെ മാംസത്തിന് മാംസമായിരിക്കുന്ന ഈ കൂത്താട്ടുകുളം പ്രദേശത്തുള്ള അതേ എല്ലാ മനുഷ്യരോടും എല്ലാ വ്യക്തികളോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർമ്മലമായ സുവിശേഷം സത്യമായി ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. പാരമ്പര്യം നമ്മെ രക്ഷിക്കത്തില്ല. ഈ ലോകത്തിന്റെ ചിന്താഗതികളൊന്നും നമ്മെ സഹായിക്കത്തില്ല. സഹായം വരുന്ന ഒരു പർവ്വതം ഒന്നേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പർവ്വതമാണ്. അത് സിയോനാൻ, അത് പുതിയ യെരൂശലേമാൻ. ഈ സത്യം ഗ്രഹിപ്പാൻ നിങ്ങൾ അപ്പോസ്തലന്മാരെ സമീപിക്കൂ. ആരാണ് അപ്പോസ്തലന്മാർ? ആരാണ് ഈ ശുശ്രൂഷകർ? ഞങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വന്നിരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഞങ്ങളെ ചീട്ടിട്ടെടുത്തതല്ല, ആരെങ്കിലും പേര് പറഞ്ഞ് ഞങ്ങളെ എടുത്തതല്ല. യേശു ഞങ്ങളെ വിളിച്ചു. ഇതാണ് ഈ ശുശ്രൂഷയുടെ യോഗ്യത. യേശു ഞങ്ങളെ വിളിച്ചു. അവൻ ഞങ്ങളെ പേർ ചൊല്ലി വിളിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാം ഞങ്ങൾ വിട്ടു. എല്ലാം ചപ്പന്നും ചവറന്നും വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എല്ലാ ചപ്പന്നും ചവറന്നും ഞങ്ങൾ എണ്ണിയിരിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷേ ഞങ്ങൾക്കൊന്നുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ കരുതൽ, യേശുക്രിസ്തുവിന്റെ കരുണ, യേശു ഞങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ ഭവനം. ദൈവത്തിന് സ്തോത്രം. അതേ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഞങ്ങൾക്കൊന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, ഈ ദേശത്ത് ഞങ്ങൾക്ക് ഒരു വിശ്വാസ ഭവനമുണ്ട്. അവിടെ നിങ്ങൾ പോകുവീൻ, അവിടെ ചെന്ന് ചോദിപ്പീൻ. ഈ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ, ഈ ലോകത്ത് സംഭവിക്കുന്ന സംഭവങ്ങൾ, ഇതെല്ലാം സവിസ്തരമായി നിങ്ങളോട് പറയും. അതേ പറയുവാനായി ദൈവം ദേശത്തിന്റെ മധ്യേ ഞങ്ങളെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നു. കർത്താവിന്റെ വിളി ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ട് ഈ ലോകത്തിൽ ഒരു പ്രതിഷ്ഠിക്കപ്പെട്ടതായി ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നു. എന്തിനെന്ന് ചോദിച്ചാൽ ഈ ഉപദേശം വ്യക്തമായി പറഞ്ഞുകൊണ്ട്, ഈ സത്യം യാഥാർത്ഥ്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് ഈ ദേശത്തെ ആ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഈ എതിർ ക്രിസ്തുവിന്റെയും ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പ്രത്യക്ഷതയ്ക്ക് മുമ്പായി പല മാറ്റങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. AI സിസ്റ്റങ്ങൾ അതേ ഇന്ന് വലിയ തോതിൽ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. AI സിസ്റ്റം പ്രകാരം അതേ കമ്പ്യൂട്ടർ പുരോഹിതന്മാർ രംഗത്ത് വന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിനെ ഇന്ന് AI സിസ്റ്റം വഴി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഒരു പുതിയ മതം രംഗത്ത് വരുവാൻ പോകുന്നു. ഒരു പുതിയ ബൈബിൾ രംഗത്ത് വരുവാൻ പോകുന്നു. ഒരു പുതിയ നിയമം രംഗത്ത് വരുവാൻ പോകുന്നു. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഒരു പുതിയ നവലോകം സൃഷ്ടിക്കുക. അതേ ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ അതേ മുന്നോടിയായി ഇന്ന് അത്യാധുനികമായ അനേക സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മുന്നറിയിപ്പാൻ അത്യൻ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളുക്കുമ്പോൾ വേനലെടുത്തു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അത്തിയായ യഹൂദൻ അവർക്കൊരു രാഷ്ട്രമായി ഇന്ന് അവർ ദേവാലയത്തിനായി പരിശ്രമിക്കുന്നു. അതിന് മുന്നോടിയായി ഒരു ചുവന്ന പശുക്കിടാവിനെ അവർ കണ്ടെത്തിയിരിക്കുന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിൽ വരുന്നു. അതിന്റെ ഭസ്മമെടുത്ത് ആരാധനയ്ക്കായി ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നമുക്കൊരു മുന്നറിയിപ്പാൻ. മനുഷ്യപുത്രന്റെ വരവേറ്റം അടുത്തുപോയി. അതേ ഈ ഉപദേശം മുദ്രയിടാറായി, ഈ സാക്ഷ്യം പൊതിഞ്ഞു കെട്ടാറായി. അതിനു മുൻപേ ദേശനിവാസിയെ കണിയും കെണിയും കൊടുക്കും വരുന്നതിന് മുൻപേ നിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. നമുക്കൊരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ മുഴങ്കാലുകളെ മടക്കാം. താമസമിനാ വെളിപ്പെടുന്ന യേശുവിനെ എതിരേൽക്കണമോ അതോ എതിർ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണമോ? ഈ ലോകത്തിൽ നിറവേറുന്ന ന്യായവിധിയിൽ വിടുവിക്കപ്പെടണമോ അതോ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവന്റെ കാഹളധ്വനി കേട്ട് ആ കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിൽ കർത്താവിനോടുകൂടെ ഭരണം ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അവന്റെ മന്ത്രിസഭയിൽ ഇരുന്നിട്ടുണ്ടോ? വാസ്തവമായ പ്രവചന വാക്യം നിറവേറുവാനായി ഈ കൂത്താട്ടുകുളം പ്രദേശവാസി
വിശ്വാസികളെ, ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങൾ മുഴങ്കാലുകളെ മടക്കുവാൻ കഴിയുമെങ്കിൽ മുഴങ്കാലുകളെ ഒന്ന് മടക്കിയാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ആത്മാവിൽ പോരാടാം. കർത്താവേ, ഈ ദേശത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഈ ദേശത്തെ വിടുവിക്കണമേ, ഈ ദേശത്തെ രക്ഷിക്കണമേ, സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരണമേ, ജീവിതത്തിന്റെ സാക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണമേ. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. ആരും കണ്ണു തുറന്നിരിക്കരുത്. ഒരു വ്യക്തി പോലും ഈ ന്യായവിധിയിൽ കടന്നു പോകരുത്. രക്ഷിക്കപ്പെടുവാൻ, അതെ രക്ഷിക്കപ്പെടുവാൻ, ഒരുവന് രക്ഷപ്പെടുവാൻ എല്ലാത്തിനും മേലായൊരു നാമം, ആ നാമത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ പ്രിയ ദൈവവൈദ്യരെ, നീ കൈവിടപ്പെട്ടു പോകുകയില്ല, നീ നഷ്ടപ്പെട്ടു പോകുകയില്ല. നീ ദൈവത്തിന്റെ ഈ ഉപദേശത്തെ നീ ഏറ്റെടുക്കുന്നെങ്കിൽ, ഈ ദൈവത്തിന്റെ സാക്ഷ്യത്തെ നിന്റെ ജീവിതത്തിൽ നീ ഉറപ്പിക്കുന്നുവെങ്കിൽ, അനുഗ്രഹീതമായ ഒരു ആത്മിക ജീവിതം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അതേ സ്വർഗത്തിലെ കർത്താവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ആ വേഗം വരുന്ന യേശുവിനെ നിങ്ങൾക്ക് എതിരേൽക്കുവാൻ കഴിയും.